ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നാം പ്രാരംഭമായി വായിച്ച് ഇന്ന് പകൽക്കാലം തിരുവചനം ധ്യാനിക്കുവാൻ ഒരുങ്ങുകയാണ്. ലൂക്കോസ് 19 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. Luke chapter 19 verses 1 through 10 is the point of meditation. അവൻ എരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സഖായി എന്ന് പേരുള്ള ഒരു പുരുഷൻ യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണുവാൻ ശ്രമിച്ചു. വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷാര നിമിത്തം അവന് കഴിഞ്ഞില്ല. എന്നാറെ അവൻ അതിവേഗം മുമ്പോട്ട് ഓടി യേശുവിനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിന്മേൽ കയറി യേശു ആ വഴിയെ വരികയായിരുന്നു. യേശു ആ സ്ഥലത്തെത്തിയപ്പോൾ മേൽപോട്ട് നോക്കി, സക്കായിയെ വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. സക്കായി വളരെ ബന്ധപ്പെട്ട് ഇറങ്ങി സന്തോഷത്തോടെ യേശുവിനെ തൻ്റെ ഭവനത്തിൽ കൈക്കൊണ്ടു. നോക്കി നിന്നവർ എല്ലാവരും ഇതാ അവൻ പാപിയായ ഒരു മനുഷ്യനോടുകൂടെ പാർപ്പാൻ പോയി എന്ന് പറഞ്ഞ് അവരുടെ ഉള്ളിൽ പിറുപിറുത്തു. സക്കായിയോ നിന്ന് കർത്താവിനോട്, കർത്താവേ, എൻ്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. വല്ലതും ഞാൻ ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് 4 മടങ്ങ് മടക്കി കൊടുക്കുവാൻ തീരുമാനിക്കുന്നു. യേശു അവനോട്, ഇവനും അബ്രഹാമിൻ്റെ മകൻ ആകയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. ഒരിക്കൽ കൂടി വേഴ്സ് 9 വായിക്കുന്നു. യേശു സക്കായിയോട്, ഇവനും അബ്രഹാമിന്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു എന്ന് പറഞ്ഞു. Verse 9, Jesus said unto him, this day is salvation come to his house, for so much he is also the son of Abraham. ഇന്ന് പകൽക്കാലത്തെ നമ്മുടെ ചിന്ത ഇവനും അബ്രഹാമിന്റെ മകൻ എന്നുള്ളതാണ്. And the meditation for this morning is he is also the son of Abraham. വിശുദ്ധ തിരുവെഴുത്തിന്റെ അപ്രമേയ ചരിത്രം എന്ന് പറയുന്നത് തകർന്നു കിടക്കുന്നവനെ പണിതെടുക്കുന്ന ഒരു ദൈവസ്നേഹമുണ്ട്. And if we look at the history of the Bible, we can see that people who are broken, the love of Jesus builds them up. പാഴും ശൂന്യവുമായിരുന്ന ഭൂമിയെ, ഇരുട്ടും അന്ധകാരവും മൂടിക്കിടന്ന ഭൂമിയെ പ്രകാശപൂരിതമാക്കിയതാണ് ദൈവിക സൃഷ്ടിയുടെ മഹത്വം എന്ന് പറയുന്നത്. And the beauty of the creation of Lord is that when this earth was void and with dark, he had rebuilt it. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ഉടഞ്ഞതിനെ ഉടച്ചു വാർക്കുകയും ചെയ്യുന്ന ദൈവസ്നേഹം. That has bring into existence that did not exist and to build that is broken. ലൂക്കോസിന്റെ സുവിശേഷത്തിലെ അതിമനോഹരമായ ഒരു സംഭവമാണ് നമ്മുടെ ചിന്താ വിഷയം. And this is a beautiful passage in the Luke chapter 19. എല്ലാ പ്രിയപ്പെട്ടവരും വളരെ സുപരിചിതമായ ദൈവവചന ഭാഗമായതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ഈ ദൂതുകളുടെ മുമ്പാകെ ആയിരിക്കണമെന്ന് ഓർപ്പിക്കുന്നു. And I request your prayers in this familiar passage. ലൂക്കോസിന്റെ സുവിശേഷം മറ്റു 3 സുവിശേഷങ്ങളിൽ നിന്നും വളരെയധികം വ്യത്യസ്ത പുലർത്തുന്നതാണ്. And the gospel of Luke is a little different from the other 2 gospels. ലൂക്കോസ് ഒരു വൈദ്യനായിരുന്നുവെന്ന് കൊലോസ് ലേഖനം 4-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. And we can see in Colossians chapter 4 verse 14 that Luke was a physician. ഈ സുവിശേഷത്തിൽ യേശുവിനെ ദൈവം മനുഷ്യനായതിന്റെ തെളിവായി മനുഷ്യപുത്രനായാണ് ലൂക്കോസ് ചിത്രീകരിച്ചിരിക്കുന്നത്. And in this gospel we can see that Luke is picturing Jesus Christ as the son of man. ലൂക്കോസ് 19:10 നാം ഇപ്പോൾ വായിക്കുന്നു, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. And verse 10, the son of man is come to seek and to save that which was lost. മനുഷ്യനെ രക്ഷിപ്പാൻ സ്വർഗ്ഗമഹിമകളെ വെടിഞ്ഞ് മണ്ണിൽ പിറന്ന് മനുഷ്യനായി ജീവിച്ച് മരണത്തിലേക്ക് നടന്നു നീങ്ങുന്ന ക്രിസ്തുവിന്റെ ചരിത്രം വളരെ വ്യക്തതയോടുകൂടി ലൂക്കോസ് അവതരിപ്പിക്കുന്നുണ്ട്. And Luke is very clearly stating Jesus who was in the glory came down to this low from earth and he came and lived with us human beings. മാത്രമല്ല മറ്റു സുവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി യേശുവിന്റെ പ്രാർത്ഥനാ ജീവിതം ചിട്ടയായി വിവരിക്കുന്നത് ഈ ലൂക്കോസിന്റെ സുവിശേഷത്തിലാണ്. And we can also see that the prayer life of Jesus is very clearly stated in this gospel of Luke. യേശു രാവിലെ പ്രാർത്ഥിക്കുമായിരുന്നു, രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുമായിരുന്നു, തന്റെ തിരക്കുള്ള ശുശ്രൂഷകളുടെ നടുവിൽ പ്രാർത്ഥിക്കുമായിരുന്നു. തുടർന്ന് വ്യക്തമായ വിവരണങ്ങൾ ലൂക്കോസ് തരുന്നുണ്ട്. And Luke is very clearly detailing out how Jesus prayed in the morning, in the night, and throughout his ministry he is very clearly detailing it out. മറ്റു സുവിശേഷങ്ങളിൽ കാണാത്ത ഒരു സംഭവമാണ് നാം ഇപ്പോൾ വായിച്ച ഈ 19-ാം അധ്യായത്തിലെ സംഭവം. And Luke chapter 19 we do not see this passage in other gospels. ഒരു വ്യക്തിയും യേശുവുമായുള്ള കൂടിക്കാഴ്ചയും അത് നിമിത്തം തനിക്കുണ്ടാകുന്ന രൂപാന്തരവുമാണ് ഈ സന്ദേശം നമുക്ക് തരുന്നത്. And we can see that how Jesus meets a person and because of that meaning there is a transformation in his ഇന്ന് life. പകൽക്കാലം നാം ഒരുമിച്ച് ധ്യാനിക്കുന്നത് സക്കായി എങ്ങനെ അബ്രഹാമിന്റെ പുത്രനായി എന്നുള്ളതാണ്. And what we are going to meditate
can a tax collector become the son of ഈ Abraham? സന്ദേശം നമുക്ക് തരുന്ന പാഠം ഏത് കൊടും പാപിക്കും ദൈവത്തിന്റെ മകനായി മാറുവാൻ കഴിയും. And what this means is that any sinner can become a child of God. ഇന്ന് പകൽ നാം തിരുവചനം അല്പസമയം മുമ്പ് കേട്ടല്ലോ. ഹല്ലേലൂയ. ശൗൽ എന്നൊരു ബാല്യക്കാരന്റെ കാൽക്കൽ വസ്ത്രം കൊണ്ടുവച്ചിരുന്നു. ഹല്ലേലൂയ. സ്തേഫാനോസിനെ കല്ലെറിയുന്നവർ. And we can see that when Stephen was being stoned, his clothes were put by the feet of Saul. കല്ലെറിയുന്നവരുടെ വസ്ത്രം ഹല്ലേലൂയ ശൗൽ എന്ന ബാല്യക്കാരന്റെ അടുക്കൽ കൊണ്ടുവച്ചിരുന്നു. And the people who were stoned, their garments were by the feet of Saul. ആ കാലങ്ങളിൽ മേൽവസ്ത്രമായിരുന്ന അധികാരത്തിന്റെ ചിഹ്നമായിരുന്ന ആഡംബരത്തിന്റെ വസ്ത്രം മറ്റുള്ളവരെ കൊലയ്ക്ക് വിധിക്കുമ്പോൾ അഴിച്ചു മാറ്റി വെക്കുമായിരുന്നു. And this garment of authority, when they were going to go to stone, they would take it away and put it by the feet of someone. അത് അറ്റസ്റ്റ് ചെയ്യണമെങ്കിൽ അധികാരമുള്ള ഒരുവന്റെ പക്കൽ അത് ഏൽപ്പിക്കണം. And if you have to go for this authority, you have to give this garment to a person who has the authority. അതുകൊണ്ടാണ് അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായം 1-ാം വാക്യം വായിക്കുന്നത് അവനെ കുല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു. And that's why in Acts chapter 8 verse 1 it says that Saul agreed to stone Stephen. സ്തേഫാനോസിനെ കുല ചെയ്യുവാൻ ഒപ്പിട്ടവരുടെ കൂട്ടത്തിൽ ശൗലിന്റെ സമ്മതി പത്രവും ഉണ്ടായിരുന്നു. And the Saul's agreement letter was with the people who were stoning to stone ആ Stephen. ശൗലിനെയാണ് ദൈവരാജ്യ സഭയുടെ അപ്പോസ്തലനായി സ്വർഗ്ഗം രൂപാന്തരപ്പെടുത്തിയെടുത്തത്. And that Saul was transformed to be the apostle of the kingdom of God. ഇത് തന്നെയാണ് ദൈവവചനത്തിന്റെ സനാതന സുവിശേഷത്തിന്റെ ആത്യന്തിക സന്ദേശം. And that is a beautiful message. ഏത് കൊടും പാപിക്കും രൂപാന്തരം പ്രാപിച്ച് ദൈവത്തിന്റെ പൈതലായി വരുവാൻ കഴിയും. And no matter how great you are a sinner, you can become a child of God. അവസാന ശ്വാസത്തിന് തൊട്ടു മുമ്പും യേശുവേ നീ ദൈവത്തിന്റെ പുത്രനാണെന്ന് അനുദപിച്ച ക്രൂശിലെ കള്ളനും പറുദീസയ്ക്ക് ഓഹരിക്കാരനായി മാറിയില്ലേ? Even the thief who was on the cross, who said that Jesus, you are God, Son of God, he was a partaker of the kingdom of heaven. അതെ, ചുങ്കക്കാരനും പാപിയുമായിരുന്ന സക്കായിയും അബ്രഹാമിന്റെ മകൻ എന്ന അതിവിശിഷ്ട പദവിയിലേക്ക് സ്വർഗ്ഗം അവനെ കൈപിടിച്ചുയർത്തി. And even this Zacchaeus, who was a tax collector, he became the child of God. He became partaker of the kingdom of heaven. ലൂക്കോസ് 19:1 മുതൽ നാം ഇങ്ങനെയാണ് വായിച്ചത്. Luke chapter 1 verse 19 onwards. അവൻ എരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ, As Jesus entered and passed through Jericho. യേശു നമ്മുടെ വഴിയായി കടന്നു പോകുന്നത് നാം തിരിച്ചറിയണം. We need to acknowledge that Jesus is coming through our way. Make use of every opportunity which God is laying in your life. ജീവിതത്തിൽ ദൈവം തരുന്ന സകല അവസരങ്ങളെയും നാം കണ്ടുപിടിക്കണം. And we have to look for every opportunity that God is preparing for us. ദൈവത്തിന്റെ കാലൊച്ച നമ്മുടെ ഭവനത്തിൽ നാം കേൾക്കണം. And we need to hear the footsteps of Jesus in our യേശു house. നടക്കുന്നത് നാം അറിയണം. To know Jesus is walking. ആത്മീയ അന്ധത തിമിരം ബാധിച്ച് ദൈവ സാന്നിധ്യം തിരിച്ചറിയാതെ ആത്മീയ ലോകം പകച്ചു നിൽക്കുമ്പോൾ, And when people who do not have the blindness are staying away from the walk of Jesus. യേശു നമ്മുടെ വഴിയായി നമ്മുടെ വീട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജോലിയിൽ, നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ ദൈവ സാന്നിധ്യം നാം തിരിച്ചറിയണം. And Jesus is walking through our house, through our life, and we need to acknowledge the walk of Jesus. യോഹന്നാൻ സ്നാപകൻ യോർദാന്റെ തീരത്ത് നിന്നുകൊണ്ട് പറഞ്ഞു ണ്ട്. And John the Baptist said at the shores of Jordan. ആയിരങ്ങൾ തടിച്ചുകൂടിയിരിക്കുന്ന യോഗമാണ് അവിടെ നടക്കുന്നത്. And there's thousands of people gathered over there. മാനസാനന്തരത്തിന്റെ സന്ദേശം യോഹന്നാൻ വിളിച്ചു പറയുകയാണ്. And John is proclaiming the gospel of salvation. ജനങ്ങളെല്ലാം കാതുകൂർപ്പിച്ച് യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗത്തിന് മുമ്പിൽ ഇങ്ങനെ അല്ലെങ്കിൽ ആശ്ചര്യത്തോടെ നിൽക്കുന്നു. And people are listening carefully to this message of John the Baptist. അതിന്റെ നടുവിൽ യോഹന്നാൻ പറയുന്നത് കേൾക്കൂ. And hear what John the Baptist says. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 26-ാം വാക്യം. John, Gospel of John chapter 1 verse 26. നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ ഇടയിൽ നിൽപ്പുണ്ട്. And there is one that standeth among you that you do not know. പ്രസംഗത്തിൽ നിങ്ങൾ ആകൃഷ്ടരായി എന്നെ നോക്കണ്ട. And do not look at me because you are enthralled by the message. തടിച്ചുകൂടി ആൾക്കൂട്ടം കണ്ട് നിങ്ങൾ ആശ്ചര്യപ്പെടണ്ട. And don't be amazed by the big crowd. യോർദാൻ നദിയിൽ നടക്കുന്ന സ്നാനത്തിന്റെ എണ്ണം നോക്കി നിങ്ങൾ റിപ്പോർട്ട് ഉണ്ടാക്കണ്ട. And don't make a report because of the number of people who's taking baptism in this നിങ്ങൾക്ക് Jordan. എന്തെങ്കിലും പുകഴാനും പ്രശംസിപ്പാനും ഉണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചറിയാത്ത മശിഹ നിങ്ങളുടെ ഇടയിലുണ്ട്. Hallelujah. If you have to understand one thing, acknowledge this thing, this Messiah is standing in front of ഇന്ന് you. പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കൂട്ടിയ നന്മകളുടെയും ആത്മീയ ഭൗതിക നന്മകളുടെ കൂമ്പാരം കണ്ടല്ല നാം അഭിമാനിക്കുന്നത്. And we should not be receiving honor because of all the things that we have achieved in our life. എനിക്ക് കണ്ടുമുട്ടുവാൻ ഭാഗ്യമുണ്ടായി. Oh, I had the opportunity to see my Jesus. ലോകം തിരിച്ചറിയാത്ത മത നേതാക്കന്മാർ, രാഷ്ട്രങ്ങൾ
ക്രിസ്തുവിനെ എന്റെ ഉള്ളിൽ ഏറ്റുകൊള്ളുവാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. The leaders of this world, the nation, people of this world could not understand, but I was able to see Jesus. അതിലും വലിയൊരു സന്തോഷം, അതിലും വലിയൊരു ഭാഗ്യം നമുക്കില്ല. Oh, there is no greater joy, there is no greater blessedness than that. നാം നമ്മുടെ ഇടയിൽ യേശുവിനെ തിരിച്ചറിയണം. Oh, we need to acknowledge Jesus in അവന്റെ our life. മഹിമ, അവന്റെ വല്ലഭത്വം, അവന്റെ അനുഗ്രഹങ്ങൾ, അവന്റെ ആഗ്രഹങ്ങൾ നാം തിരിച്ചറിയണം. And we need to know His glory, we need to know His blessings and His desire. കാനായിലെ കല്യാണ വീട്ടിൽ വളരെ തിരക്കുള്ള ദിവസമാണ്. And there was a great crowd in the wedding of Cana. അതിഥികൾ വരുന്നു, മറ്റുള്ളവർ പോകുന്നു, സൽക്കാരങ്ങളൊക്കെ ഗംഭീരമായി നടക്കുക. People are coming, people are going, there is a big feast. യേശുവിന്റെ അമ്മയായ മറിയ തിരിച്ചറിഞ്ഞു അത്ഭുതം ചെയ്യുന്ന കർത്താവാണ് യേശുവെന്ന്. But Jesus, Mary, the mother of Jesus, understood that Jesus can do a miracle. തന്റെ ഉദരത്തിൽ പിറന്ന് താൻ ജന്മം കൊടുത്ത ഈ ഹല്ലേലൂയ, യേശു ഹല്ലേലൂയ, സാധാരണ വ്യക്തിയല്ല. ജീവിതങ്ങളെ, വസ്തുക്കളെ മാറ്റിമറിപ്പാൻ, നിറം മാറ്റുവാൻ, ഗുണം മാറ്റുവാൻ കഴിവുള്ളവനാണെന്ന് മറിയ തിരിച്ചറിഞ്ഞു. And Jesus, who was carried in the womb of Mary, Mary recognized that this Jesus can change things and change the water to wine. കൂടെ നടന്ന പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും തിരിച്ചറിയാത്തൊരു മഹനീയ സത്യം ഒരു ശതാധിപൻ തിരിച്ചറിഞ്ഞു. The Pharisees and the scribes could not understand this. This tax collector understood തന്റെ it. അടുക്കിലേക്ക് നടന്നു വരുന്ന യേശുവിന്റെ കാലൊച്ച കേട്ടപ്പോൾ അവൻ മനസ്സിലാക്കി, അവൻ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി എന്റെ ബാല്യക്കാരന് സൗഖ്യം വരും. Hallelujah. He understood Hallelujah. that Jesus who was coming in his footsteps, he heard that all he has to do is to command a word, my servant will be ഇന്ന് healed. പകൽക്കാലം ദൈവവചനം ഒന്ന് പുറപ്പെട്ടാൽ അത് വെളിപ്പെടുന്ന ശക്തി നാം തിരിച്ചറിയണം. Hallelujah. We have to understand when the word of God is sent out, what is the power behind it. സ്ത്രീ യേശുവിന്റെ അടുക്കിലേക്ക് വരുന്നു. A Canaanite woman came to Jesus. ഭൂതോദ്രവം കഠിനമായ കിടക്കയിൽ അമർന്നു കിടക്കുന്ന ഒരു കൊച്ചുമകൾ തനിക്കുണ്ട്. And she has a daughter who is through sickness. അവൾ യേശുവിന്റെ പിന്നാലെ കൂടി ഇരിക്കുകയാണ്. And now she is following Jesus. എന്താ അവളുടെ വിശ്വാസം എന്നറിയാമോ? You know what is her faith? യേശുവിന്റെ തിരുവായിൽ നിന്ന് വീഴുന്ന ഒരു മുറി അപ്പക്കഷ്ണം, ഒരു വചനത്തിന്റെ ഒരു വാക്ക് മതി എന്റെ കുഞ്ഞിന്റെ പാരമ്പര്യം കെട്ടഴിഞ്ഞു മാറുവാൻ. Hallelujah. All I need is just one word from the mouth of Jesus from this bondage that my daughter is in. ഈ പ്രസംഗം മുഴുവനൊന്നും വേണ്ടാന്നേ. Oh, you don't need the whole message this morning. ഇവിടെ നടക്കുന്ന ഈ ആരാധനയിലെ ഏതെങ്കിലും ഒരു ഘടകം മതി പാരമ്പര്യത്തിന്റെ കെട്ടുകൾ, ശാപത്തിന്റെ കെട്ടുകൾ അഴിഞ്ഞു മാറുവാൻ. All you need is just one word of Jesus. Any bondage or any cause can be loosened. വൈദ്യന്മാർക്ക് ആർക്കും സൗഖ്യം കൊടുക്കുവാൻ കഴിയാത്ത 12 വർഷമായി രോഗത്തിന്റെ കെടുതി അനുഭവിച്ച ഒരു സ്ത്രീ. Hallelujah. There was a lady who was having an issue of blood for 20 years and the physicians couldn't heal her. അവളുടെ പണം നഷ്ടപ്പെട്ടു, ആരോഗ്യം നഷ്ടപ്പെട്ടു, ശരീരം മെലിഞ്ഞു. Hallelujah. She lost all her money, she lost her physique and everything she lost. പക്ഷേ അവൾ തിരിച്ചറിഞ്ഞു. But she acknowledged, യേശുവിന്റെ വസ്ത്രത്തിന്റെ അഗ്രം തൊട്ടാൽ പോലും എനിക്ക് സൗഖ്യമാണെന്ന്. all I need to do is touch the hem of the garment of Jesus, I will be healed. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ഈ വിശ്വാസമുണ്ട്? How many of you have faith this morning? എനിക്കറിയാം, എന്റെ വീട്ടിൽ, എന്റെ അടുക്കൽ എന്റെ യേശുവുണ്ട്. ഞാൻ അവനെ തൊട്ടാൽ, അവൻ എന്നെ തൊട്ടാൽ എന്റെ ജീവിതത്തിന് മാറ്റമാണ്. I know my Jesus is in my house. If I touch him and he touch me, I will be healed. യേശു ആ വഴിയായി കടന്നു പോകുകയായിരുന്നു. Oh, Jesus was passing through that way. ദൈവ സാന്നിധ്യം തിരിച്ചറിയുക. Oh, and recognize the presence of Jesus. യെരിഹോവിൽ ഒരു പ്രമാണിയായിരുന്ന ഒരു ചുങ്കക്കാരനുണ്ടായിരുന്നു. അവന്റെ പേര് സക്കായി. And there was a very popular tax collector. His name was Zacchaeus. ധനവാനായ ചുങ്കക്കാരനായിരുന്നു. And he was a rich fellow. ആ പദങ്ങളൊക്കെ There is depth in the meaning of those അവൻ words. ചുങ്കക്കാരനാണ്, He is a tax collector. അവൻ ധനവാനാണ്. He is rich. ഒരു ചുങ്കക്കാരൻ എങ്ങനെയാണ് ധനവാനാകുന്നതെന്ന് നമുക്ക് വചനത്തിൽ കാണാൻ പറ്റും. And we can understand through the word of God how can a tax collector become a rich person. സാധാരണ ചുങ്കക്കാരന് ധനവാനാകാൻ പറ്റുകയില്ല. An ordinary tax collector cannot become a rich person. അവന് കിട്ടുന്ന ശമ്പളം വെച്ച് അവനൊരു ധനവാനാകാൻ പറ്റുകയില്ല. And because of his income he cannot become a rich person. ലൂക്കോസ് 3-ാം അധ്യായം 12 മുതൽ നാം വായിക്കുമ്പോൾ Luke chapter 3 verse 12 onwards. യോഹന്നാന്റെ സ്നാനക്കടവിലേക്ക് തടിച്ചുകൂടി ജനങ്ങളുണ്ടായിരുന്നു. And there was crowds of people at the baptism doing of John. പരീശന്മാരും ശാസ്ത്രിമാരും സദൂക്യരും യെരൂശലേമിലും യഹൂദയിലും യോർദാന്റെ തീരത്തുമുള്ള വലിയൊരു ജനം തടിച്ചുകൂടി. And there is a great number of people at the shores of Jordan, Pharisees, Sadducees and all these people. പടയാളികൾ ഉണ്ടായിരുന്നു. And there were soldiers there. കൂട്ടത്തിൽ ചുങ്കക്കാരും ഉണ്ടായിരുന്നു. Even the tax collectors were there. ഓരോരുത്തർക്കും ഓരോ നിർദ്ദേശമാണ് സ്നാനത്തിന് മുമ്പ് യോഹന്നാൻ കൊടുത്തത്. And John is giving commands to each person according to the whatever things. പടയാളികളോട് പറഞ്ഞു, കിട്ടുന്ന ശമ്പളം മതി എന്ന് വെക്കണം. And to the soldiers he said, whatever income you are getting, be satisfied with that. ഹല്ലേലൂയ. ചുങ്കക്കാരോട് പറഞ്ഞത്, But to the tax collectors, നിങ്ങൾ ചതിവായി അധികമൊന്നും വാങ്ങരുത്.
did not get anything more than by deceiving. അല്ലല്ലേ, അധികമായി ചതിവായി വാങ്ങുമ്പോഴാണ് സാധാരണ ചുങ്കക്കാരൻ ധനവാനായി മാറുന്നത്. And if you are getting any money out of deceit, that is why an ordinary tax collector becomes a rich person. യഹൂദന്മാർ റോമൻ ഗവൺമെന്റിന്റെ അടിമത്തത്തിൽ ജീവിക്കുന്ന കാലമാണ്. And this is a time when the Jewish people is under the government. റോമ ഗവൺമെന്റിന്റെ പ്രതിനിധികളായ ഈ ചുങ്കക്കാർ, And these tax collectors who were representatives of this Roman government. പബ്ലിക്കൻസ് എന്ന് അറിയപ്പെടുന്ന ഒരു കാലഘട്ടമായിരുന്നു. And this was a time when the people were known like that. പബ്ലിക്കൻ അല്ല, പബ്ലിക്കൻ എന്നറിയപ്പെടുന്ന കാലഘട്ടം. This was a time when they called as publicans. അവർ ഇവരിൽ നിന്ന് ചുങ്കം പിരിക്കുന്നു മാത്രമല്ല, And they are not only collecting the tax, കൽപ്പിച്ചതിലും അധികം പിരിക്കുമായിരുന്നു. and they were collecting more than they were asked for. ഗവൺമെന്റിന് കൊടുക്കാനുള്ളത് കൊടുത്തിട്ട് After giving what they were due to the government, അവർക്ക് അവർ എടുക്കുമായിരുന്നു. and they would take more than that. അങ്ങനെയാണ് ചുങ്കക്കാരിൽ പലരും ധനവാന്മാരായത്. And that's how the tax collectors became rich. അവരിൽ ഒരു പ്രമാണിയായിരുന്നു ഈ സക്കായി. And this Zacchaeus was a chief among them. പക്ഷെ ഇവന്റെ ഉള്ളിൽ ഒരു ആഗ്രഹം, But he had a desire. എനിക്ക് യേശു എങ്ങനെ ഉള്ളവനൊന്നും കാണണം. I need to know who is this Jesus. എന്റെ ഈ യേശുവിനെ എനിക്കൊന്ന് കാണണം, അവൻ എങ്ങനെ ഇരിക്കുന്നു. I need to see this Jesus. Who is look like? പ്രിയരെ, ഇന്ന് പകൽക്കാലം നമുക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ? Children of God, do you have this desire this morning? യേശുവിനെ അടുത്തറിയാൻ. Oh, can we know Jesus very രാവിലെ closely? തൊട്ട് പാടുന്നു, പ്രാർത്ഥിക്കുന്നു, പ്രസംഗിക്കുന്നു, കേൾക്കുന്നു, പറയുന്നു. ഈ യേശുവിനെ അടുത്തറിയാൻ ഒരു ആഗ്രഹം ഉണ്ടോ? Hallelujah. Since this morning we have been singing, we have been praying. Do you have a desire to know this Jesus close? അപ്പോസ്തലനായ പൗലോസ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, Apostle Paul said, എന്റെ ആഗ്രഹങ്ങൾ നിങ്ങൾ കേൾക്കണമോ? oh, you have to hear my desire? നാം പലപ്പോഴും വായിക്കുന്ന ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം And Philippians chapter 3, 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ, verses 8 through 11. അപ്പോസ്തലനായ പൗലോസ് തന്റെ ആഗ്രഹം കുത്തിക്കുറച്ച് വെക്കുകയാണ്. And writing down his desires. ഫിലിപ്പിയ ലേഖനം എഴുതുന്നത് രക്ഷിക്കപ്പെട്ടതിന്റെ പിറ്റേന്നല്ല, And not the next day after he was saved. അല്ലല്ല, 14 വർഷം അറേബ്യ മരുഭൂമിയിൽ ഇരുന്ന സമയത്തുമല്ല, And not when he was in the land of Arabia for 14 years. തന്റെ ശുശ്രൂഷയുടെ ഏകദേശം അവസാന ഘട്ടങ്ങളായി വരുന്നു. And this was towards the termination part of his ministry. നൂറുകണക്കിന് സഭകൾ സ്ഥാപിച്ച വ്യക്തിയാണ്. And he has established hundreds of churches. ആയിരക്കണക്കിന് ആത്മാക്കളെ യേശുവിന് വേണ്ടി നേടിയവനാണ്. And he has bought thousands of souls for Jesus. തിരുവചനം നന്നായി മറ്റുള്ളവരെ പഠിപ്പിച്ചവനാണ്. And he has a person who has taught the word of God very well. പൗലോസാണ് ഇപ്പോ പറയുന്നത്. And that Paul is saying now. റോമിലെ കാരാഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് താൻ വിളിച്ചു പറയുകയാണ്, And in the prison he is saying, ഫിലിപ്പി വിശ്വാസികളെ, നിങ്ങൾക്ക് എന്റെ ആഗ്രഹം അറിയണോ? oh Philippians, do you want to know my desire? എന്റെ ആഗ്രഹം എന്റെ കർത്താവായ യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പോഴും ഇവയെല്ലാം ചവറം തണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? Do you know why I'm counting everything because of the excellency of the knowledge of Jesus Christ? അതിന് വേറെ കാരണങ്ങളൊന്നുമില്ല. It is no other reason. പേരും പദവിയും പ്രശസ്തിയും നേടുവാനല്ല, Not for name or fame. ഈ റോമിലെ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വരുവാനല്ല, Not to get out of this prison in Rome. അടുത്ത വൻകാര്യങ്ങൾ ചെയ്യാനല്ല. Not to do mighty things. നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു വലിയ സ്വപ്നം എനിക്കുണ്ട്. And I have a great dream that none of you expect. എനിക്ക് എന്റെ ക്രിസ്തുവിനെ നേടണം. I want to attain Christ. ന്യായപ്രമാണത്തിൽ കൂടെ ലഭിക്കുന്ന ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ദൈവം വിശ്വസിക്കുന്നവർക്ക് കൊടുക്കുന്ന ആ നീതീകരണം എനിക്ക് പ്രാപിക്കണം. And not the righteousness that I get through the law, but by believing Jesus, the righteousness that you get, that I want to attain. അങ്ങനെ ദൈവത്താൽ ഞാൻ നീതീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ, When you are being counted righteous by Jesus in that manner, അവനിൽ ഇരിക്കേണ്ടതിനും so that I can be in him, അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട്, and so that I can be part of his resurrection, അവിടുത്തെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും കഷ്ടങ്ങളുടെ കൂട്ടായ്മ, and I want to be part of his fellowship of sufferings and the power of his resurrection. ഇങ്ങനെ വല്ലവിധേനയും മരിച്ചവരുടെ നിന്ന് എനിക്കൊരു പുനരുത്ഥാനം ലഭിക്കണം. And by any means I might attain to the resurrection of the dead. ഈ മണ്ണിൽ ഒതുങ്ങി എറിഞ്ഞു തീരാത്ത ഒരു ആത്മീയ ജീവിതം എനിക്കുണ്ട്. അത് നേടാൻ വേണ്ടിയാ ഞാൻ ഈ കഷ്ടം സഹിക്കുന്നത്. I am going through all Praise this suffering because I don't want to be finished in this earth, but there is a life after this that I want to attain. ഇത് മാത്രമാണ് എന്റെ ആഗ്രഹം. That is all my desire. നമ്മുടെ ആഗ്രഹം എന്താ? What is our desire? ഈ മണ്ണിനോടാണോ നമ്മുടെ ആഗ്രഹം? മണ്ണിനപ്പുറത്തെ ഒരു ജീവിതത്തോടാണോ? Are we desiring everything on this earth or beyond this earth? ഈ 10-ാം മാസത്തിന്റെ ആരംഭ ദിവസങ്ങളിൽ ആത്മാവിൽ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സ്വപ്നം എന്താണ്? And what is the desire that you have on this first week of this 10th month? ദൈവമക്കളെ, നമുക്കറിയണ്ടേ നമ്മുടെ യേശു എങ്ങനെയുള്ളവനാ? And we need to know who our Jesus is. വാക്കുകൊണ്ട് വിവരിച്ചാൽ തീരുന്നതല്ല യേശുവിന്റെ വിശേഷത. Hallelujah. We cannot have enough words to describe our Jesus. കഴിഞ്ഞ 28 വർഷമായി ഞാൻ പറയുന്നു എന്റെ യേശു എങ്ങനെയുള്ളവനാണെന്ന്. And for last 28 years I've been preaching how Jesus is. എത്ര പറഞ്ഞാലും മതി വരത്തില്ല. I cannot even complete the description. നിങ്ങളുടെ കയ്യിലുള്ള പാട്ടുപുസ്തകം എടുത്തു നോക്കൂ. And look at the songbook. എത്ര പാട്ടുകളാണ് എന്റെ യേശുവിന്റെ വർണ്ണന വിവരിക്കുന്നത്. And how many songs are describing about who Jesus is. വിശുദ്ധ തിരുവെഴുത്തിലെ ഓരോ അധ്യായങ്ങളും യേശു
ആരാണെന്ന് പറയുന്നു. And every chapter of the book of this Bible says who is Jesus is. യേശുവിനെ വിവരിക്കാൻ നമുക്ക് പറ്റത്തില്ല. Oh, we cannot finish describing him. അതുകൊണ്ടാണ് പാട്ടുകാരൻ ഇങ്ങനെ പാടിയത്. And that's why the songwriter says, വർണ്ണിച്ചിടാൻ എനിക്കെന്റെ നാവ് പോരായ എണ്ണി തീർത്തിടാമോ യേശുവിന്റെ വിശേഷതകൾ. hallelujah, I not have enough words to describe about the beauty of യേശു Jesus. കേവലം ഒരു മത നേതാവല്ല. Oh, Jesus is not just a religious leader. കേവലം ഒരു തത്വജ്ഞനല്ല എന്റെ യേശു. And he was not just a philosopher. എന്റെ യേശുവിനെ ആരാണ്? And who is this Jesus? അപ്പോസ്തലനായ പൗലോസ് തന്റെ ബുദ്ധി അറിവ് വെച്ച് ഒരു വിവരണം നൽകുന്നുണ്ട്. And Apostle Paul, he's giving a description. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം Colossians chapter 1. 15 മുതൽ ഏകദേശം ഒരു അർത്ഥം നമുക്ക് കിട്ടും. And verse 15 we can get some idea. യേശു ആരാണ്? Who is this Jesus? യേശു അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണ്. Hallelujah, Jesus is the image of the invisible God. സകല സൃഷ്ടിക്കും സകലത്തിനും അവൻ ആദിജാതനാണ്. And he was before all the creation. സ്വർഗ്ഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും വാഴ്ചകളാട്ടെ അധികൃത്യങ്ങളാട്ടെ കർത്തൃത്വങ്ങളാകട്ടെ ഉയരത്തിലുള്ളത് ആഴത്തിലുള്ളത് സകലത്തിനും അവൻ കാരണഭൂതനാകുന്നു. Hallelujah, what സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. and everything came into existence because of him. There is nothing that came into existence without him. യേശു ആരാണ്? അവൻ സകലത്തിനും മുമ്പെയുള്ളവൻ. Hallelujah, who is Jesus? Jesus is before each and every creation. അവിടുന്ന് സകലത്തെയും നിർമ്മിച്ചവൻ നിലനിർത്തുന്നവൻ നിയന്ത്രിക്കുന്നവനാണ്. And he is the one who created everything. He is the one who is sustaining it, and he is the one who is maintaining it. യേശു ആരാണ്? സഭ എന്ന ശരീരത്തിന്റെ തലയും ഉടയവനുമാണ് യേശു. Hallelujah, who is Jesus? Jesus is the head of this body, which is the church. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ചരിത്രത്തെ തിരുത്തി കുറിച്ചുകൊണ്ട് ആദ്യമായി ഉയർത്തെഴുന്നേറ്റവൻ യേശു. And Jesus who was the first among the rose from the dead, and he revised the history. യേശുവിൽ സകല സമ്പൂർണതയും ദേഹ സ്വരൂപമായി വസിക്കുന്നു. And all the fullness of God is in Jesus as നമ്മുടെ is in his യേശു body. ആരാണ്? നമ്മുടെ യേശു ആരാണ്? And who is this Jesus? ആ ഇരിക്കുന്ന ഇരിപ്പിൽ അതിരം തുറന്ന് പറഞ്ഞാട്ട് Oh, open your mouth and speak. നിങ്ങളുടെ കർത്താവ് ആരാണെന്ന് ഏറ്റു പറയാൻ പറ്റുമോ? Oh, can you utter who is your Jesus? എന്റെ പ്രിയൻ വെണ്മയും ചുവപ്പുമുള്ളവൻ. Hallelujah, my Jesus is beautiful. ഹല്ലേലൂയ. എന്റെ പ്രിയൻ 10,000 അതിശ്രേഷ്ഠൻ. And by Jesus is great among thousands. അവൻ ഷാരോനിലെ പനനീർ പുഷ്പമാണ്. And he is like the lily of the valleys. യേശു എന്റെ വീണ്ടെടുപ്പുകാരൻ, യേശു എന്റെ രക്ഷിതാവ്. And Jesus is my redeemer, and he is my savior. നമുക്ക് പഴക്കമുള്ള വാക്യം ആവർത്തിക്കുന്നു. Hallelujah, let me utter again. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. Hallelujah, below this heaven and above this earth there is no other name that can be said. It is only name of Jesus. സക്കായിക്ക് ഇന്ന് പകൽ അറിയണം യേശു എങ്ങനെയുള്ളവൻ. And Zacchaeus want to know who is this Jesus. എനിക്ക് യേശുവിനെ ഒന്ന് കാണണം. I want to see this Jesus. എന്നാൽ ഇത് 2 തടസ്സമാണ് സക്കായിയുടെ മുമ്പിലുള്ളത്. But there are 2 obstacles Zacchaeus has. ഒന്ന്, പുരുഷാര നിമിത്തം അവൻ യേശുവിനെ കാണാൻ കഴിയത്തില്ല. And one, because of the crowd, he is not able to come to Jesus. യേശുവിന്റെ ചുറ്റും ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. And there are many people around surrounding Jesus. അവരെല്ലാം യേശുവിനെ അനുഗമിക്കുന്നവരാണ്, ഫോളോവേഴ്സ് ആണ്. And they are all followers of Jesus. എന്നാൽ വേറൊരുത്തന് യേശുവിനെ കാണാൻ കഴിയുന്നില്ലെങ്കിൽ, But if another person is not able to see Jesus, യേശുവിന്റെ പിൻഗാമികൾ എന്ന് പറഞ്ഞിട്ട് എന്തർത്ഥമാവുള്ളത്? and what is the reason saying that we are the followers of Jesus? നാം എങ്ങനെ മറ്റുള്ളവർക്ക് യേശുവിനെ കാണുവാൻ തടസ്സമാണോ എന്ന് അറിയണം. And we need to know that are we an obstacle for other people to see Jesus? പ്രിയരെ, ലോകം യേശുവിനെ കാണേണ്ടത് നമ്മുടെ പ്രസംഗത്തിൽ കൂടല്ല, നമ്മളിൽ കൂടാണ്. And people, the Lord should not see Jesus through our message, but through us. നമ്മുടെ ജീവിതത്തിൽ കൂടെ വേണം ലോകം യേശുവിനെ കാണുവാൻ, യേശുവിനെ അറിയുവാൻ. And through our lives, should the people around us should know Jesus. ഇന്ന് പകൽ നമ്മുടെ ജീവിതം നാം നന്നായി ശോധന ചെയ്യണം. And we need to examine our lives this morning. ആരെയും രക്ഷയിലേക്ക് നയിച്ചില്ലെങ്കിലും നമ്മുടെ വാക്കുകൊണ്ട്, ചിന്ത കൊണ്ട്, പ്രവൃത്തി കൊണ്ട് ആരും വിശ്വാസത്തിൽ നിന്ന് ഇടറിപ്പോകാതിരിക്കാൻ നാം സൂക്ഷിക്കണം. One soul did not come to Christ because of our lives, but through our words or actions, nobody should be going away from Jesus. കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം കൊടുക്കരുത്. എന്റെ അപ്പന്റെ, എന്റെ അമ്മയുടെ യേശുവിനെ എനിക്ക് വേണ്ട എന്ന് പറയുവാൻ ഇടയായി തീരരുത്. And none of the parents should give an opportunity saying that the children that because my God of parents I don't want. ഭാര്യയുടെ, ഭർത്താവിന്റെ യേശുവിനെ എനിക്ക് വേണ്ട എന്ന് കുടുംബ ബന്ധങ്ങളുടെ അലസോര നിമിത്തം പറയുവാൻ ഇട കൊടുക്കരുത്. And husbands and wives not say because of the family situation I don't want Jesus. കൂട്ടു സഹോദരങ്ങളുമായുള്ള പെരുമാറ്റ നിമിത്തം ഇവരുടെ യേശുവിനെ എനിക്ക് വേണ്ട എന്ന് പറയുവാൻ അവസരം കൊടുക്കരുത്. None of the brothers and sisters should have an opportunity that I don't want you Jesus. മറിച്ച് രൂത്തിന്റെ പുസ്തകത്തിലെ മനോഹരമായ ഒരു സംഭവം നാം കാണുന്നു. But in the book of Ruth we can see a beautiful
ഹല്ലേലൂയ. മോവാബിൽ നിന്ന് ബെത്ലഹേമിലേക്കുള്ള ആ തെരുവീതിയില് And as they were coming from Moab to Jerusalem, 3 സ്ത്രീകൾ നിൽക്കുന്നു. and there are 3 ladies there, 3 വിധവമാരാണ്. and all 3 are widows, അവരുടെ കയ്യിൽ എടുക്കാനൊന്നുമില്ല. and they had nothing in their hands, പരസ്പരം പങ്കുവെക്കുവാൻ അവർക്ക് സ്വത്തുകളില്ല. and they don't have wealth to share within each other. പക്ഷേ നവോമിയെ നോക്കി എന്താണ് അവർ പറഞ്ഞത്? And looking at Naomi, what they are saying, നവോമിയെ നോക്കി രൂത്ത് പറഞ്ഞതാണ് ലോകപ്രസിദ്ധമായ തിരുവചനത്തിന്റെ സനാതന സന്ദേശത്തിന്റെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ പറ്റിയ സാക്ഷ്യത്തിന്റെ തീരുമാനം. and we can see a world famous statement that Ruth had said looking to Naomi. ഇന്ന് പകൽ അങ്ങനെ സ്വപ്നം കാണാൻ പറ്റുമോ? Oh, can we see such dreams? മക്കൾക്ക് വീതിച്ചു കൊടുക്കുവാൻ നിങ്ങളുടെ പക്കൽ ഒന്നുമില്ലെങ്കിലും, Even though you have no inheritance to give to your children, നിങ്ങൾ സമ്പാദിച്ചു കൂട്ടിയതിന്റെ കണക്കല്ല, and not the count of your wealth. ബേത്ലഹേമിലെ സ്വത്തുണ്ടോ എന്നറിയാത്ത നവോമി, And Naomi doesn't know that she has anything in ചെന്ന് Jerusalem. കയറുമ്പോൾ ആഹാരം കിട്ടുമോ എന്നറിയാത്ത നവോമി, And Naomi doesn't know that when she gets there she's going to have any food. നവോമിയെ നോക്കിക്കൊണ്ടല്ലേ രൂത്ത് ഇങ്ങനെ പറഞ്ഞു, But looking to Naomi, Ruth is saying, മാതാവേ നിന്റെ ദൈവം എന്റെ ദൈവം, oh mom, your God is my God. നിന്റെ ജനം എന്റെ ജനം, Your people, my people. നീ പോകുന്നിടത്ത് ഞാനും പോകും, Wherever you go, I will go. നീ ആരാധിക്കുന്നിടത്ത് ഞാനും ആരാധിക്കും. Where you worship, I will worship. ഇന്ന് പകൽക്കാലം നമ്മുടെ തലമുറകൾ അങ്ങനെ പറഞ്ഞെങ്കിൽ കൊള്ളാമായിരുന്നു. Oh, how beautiful it had been if our generation say like മറ്റുള്ളവർ that. നമ്മെ നോക്കി അങ്ങനെ പറഞ്ഞെങ്കിൽ കൊള്ളാമായിരുന്നു. It would have been beautiful. They look at us and say that. നമ്മുടെ ദൈവം ആരാണെന്ന് ലോകം നമ്മിൽ കൂടെ അറിയട്ടെ. Oh, let the world know through us who is നമ്മുടെ Jesus. ജീവിതത്തിൽ കൂടി നമുക്ക് യേശുവിനെ വെളിപ്പെടുത്താം. Through our lives can we reveal Jesus. പുരുഷാര നിമിത്തം സക്കായിക്ക് യേശുവിന്റെ അടുക്കൽ വരുവാൻ കഴിയുന്നില്ല. Because of the crowd, Zacchaeus is not able to come to Jesus. അവൻ വളർച്ചയിൽ കുറിയവനാകൊണ്ട് യേശുവിനെ കാണുവാൻ കഴിയുന്നില്ല. And second, because he is short in height, he is not able to see Jesus. എല്ലാവർക്കും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മയുണ്ട്. We all have some lack in our lives. ലോകത്തിൽ എല്ലാം തികഞ്ഞവർ, എല്ലാം മിടുക്കന്മാരെന്ന് പറയുവാൻ ആർക്കും കഴിയത്തില്ല. And nobody can say I am perfect in this world. ലോകത്തിൽ എല്ലാവർക്കും എന്തെങ്കിലും പോരായ്മകളുണ്ട്. And each and every one of us has some lack or weakness in our lives. ജന്മനാൽ സംഭവിച്ചതോ വന്നു കയറിയതോ മറ്റുള്ളവരാൽ സംഭവിച്ചതോ ആയ എന്തെങ്കിലും കുറവുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. And there might be several reasons, but each one of us has different lacks in our life. മിടുക്കനാണ്, വിദ്യാഭ്യാസമുണ്ട്, കഴിവുണ്ട്, കരുത്തനാണ് മോശയ്ക്ക് വിക്കൊരു പോരായ്മയായിരുന്നു. And Moses was smart, he was educated, but he had stammering lips. പൗലോസ് ശക്തനായിരുന്നു, നാം ചിന്തിച്ചതുപോലെ ജഡത്തിൽ തനിക്കൊരു ശൂലമുണ്ടായിരുന്നു. And Paul was a great person, but in his body he had a thorn. പത്രോസിന് വിദ്യാഭ്യാസം ഇല്ലായ്മ ഒരു പോരായ്മയായിരുന്നു. Peter had no education, that was a lack in his life. ദാവീദിന് ഒരു ദിവസം പോലും വീട്ടുകാരുടെ കുടുംബത്തിന്റെ പിന്തുണ കിട്ടിയിട്ടില്ല. And David had no support even one day from his family. എന്തെങ്കിലും തരത്തിലുള്ള ഒരു നിരുത്സാഹം, ഒരു പോരായ്മ, ഒരു കുറവ് നമ്മുടെ ജീവിതത്തിലുണ്ട്. And we can see, examine our lives, we each have some kind of lack in our lives. നിങ്ങളുടെ പോരായ്മകളിലും നിങ്ങളുടെ കുറവുകളിലും ഒതുങ്ങിക്കൂടാനാ നിങ്ങളുടെ തീരുമാനമെങ്കിൽ നിങ്ങൾ തളർന്നു പോകുക തന്നെ ചെയ്യും. But if you are going to limit yourself within your lack of weakness, then you're going to be limited. പക്ഷേ സ്വർഗം നിങ്ങളെ കുറിച്ച് പറയുന്നു, But the heaven is saying, നിങ്ങളുടെ ഇല്ലായ്മകളും നിങ്ങളുടെ വേദനകളും നിങ്ങളുടെ എല്ലാം ചേർത്താണ് ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചത്. Hallelujah, I created you including your lack, your weakness and everything. നിങ്ങൾ എന്ത് ചെയ്യണം? What you should do? സക്കായി ഒന്ന് നോക്കിയിട്ട് അവൻ എന്താ ചെയ്തത്? Let's look at Zacchaeus. ലൂക്കോസ് 19:4 Luke 19:4. സക്കായി തന്റെ പോരായ്മ മനസ്സിലാക്കി. And Zacchaeus understood his height problem. അവൻ മുമ്പോട്ടോടി. And he ran forward. Run before your problem. നിങ്ങളുടെ പ്രശ്നത്തിന് മുമ്പിൽ കയറി ഓടിയാട്ട്. And he is running before his problem. മനുഷ്യർ നിങ്ങളെ പുറകോട്ട് മാറ്റുമ്പോൾ, When people are pulling you back, ലോകം നിങ്ങളെ ഒതുക്കുമ്പോൾ, when the world is trying to limit you, നിങ്ങൾ ക്ഷീണിച്ചു തളർന്നു എന്ന് പറയുമ്പോൾ, when they are saying you're weak, you're discouraged, അതിനെ അതിജീവിക്കുന്ന ഒരു കുതിപ്പ് ഇന്ന് പകൽക്കാലം നിങ്ങൾക്കുണ്ടാകണം. you should have a strength to overcome that. നിങ്ങളുടെ പ്രശ്നങ്ങളുടെ മുമ്പിൽ കുതിച്ചു കയറുന്ന ഒരു ഓട്ടം. Hallelujah, you have to overcome with a jump over your problems. മാത്രമല്ല അവൻ ഓടി ഒരു കാട്ടത്തിന്മേൽ കയറി. And he ran and climbed the sycamore tree. Overcome your obstacles. നിങ്ങളുടെ പ്രതിസന്ധികളെ അതിജീവിക്കുന്ന ഒരു തീരുമാനം ഇന്ന് രാവിലെ എടുത്താട്ട്. Oh, make a decision that can overcome your challenges. അവനൊരു കാട്ടത്തിന്മേൽ വലിഞ്ഞു കയറുകയാണ്. And now he's climbing over the sycamore tree. ഒരു ചുങ്കക്കാരനാണ്, അവന് ധനമുണ്ട്, ധനാഠ്യനാണ്, ചുങ്കക്കാരുടെ പ്രമാണിയാണ്. And he is a tax collector, he's a chief tax collector, he's a rich person. എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ കാട്ടത്തിൽ കയറുമ്പോൾ, As everyone was watching, one person is climbing the sycamore tree. കാണുന്നവർ എന്ത് ധരിക്കും, തെറ്റിദ്ധരിക്കുമോ എന്ന ചിന്തയൊന്നും അവനെ പിടിച്ചില്ല. And he was bothered
bothered by what people are going to worry about him. Hallelujah. What the people say, let them say. I don't care about that. ആൾക്കാർ എന്ത് പറയുന്നു അവരതവിടെ പറഞ്ഞുകൊണ്ടിരിക്കും. Oh, let the people say whatever, let them say, they're going to continue to say. മനുഷ്യരുടെ വാ പൊത്താൻ ഇന്ന് പകൽക്കാലം ശ്രമിക്കണ്ട. Hallelujah, don't say, stop your mouth. ഹല്ലേലൂയ. അപവാദം പറയുന്നവർ അപവാദം പറയട്ടെ. Oh, let the people who accuse, let them continue. ആക്ഷേപിക്കുന്നവർ ആക്ഷേപിക്കട്ടെ. Let the people who ridicule, let them continue. ചിരിക്കുന്നവർ കൈകൊട്ടി ചിരിക്കട്ടെ. Let the people who are laughing, let them continue. യേശുവിനെ കണ്ടാൽ മതി. All I need to do is see my Jesus. വല്ലവിധേനയും എനിക്ക് എന്റെ യേശുവിനെ കണ്ടാൽ മതി. Somehow I want to see my Jesus. എന്റെ ധനത്തിന് തരാത്ത, എന്റെ പദവിക്ക് തരാത്ത ഒരു സമാധാനം ഇന്ന് പകൽ ലഭിക്കേണ്ടതിന് ഞാൻ മുന്നോട്ട് ഓടുകയാണ്. I am running forward. My position or my wealth cannot do the peace of Jesus. ഇന്ന് പകൽക്കാലം തളർന്നിരിക്കാതെ തകർന്നിരിക്കാതെ മുന്നോട്ട് കുതിച്ചാട്ട്. Hallelujah, not be discouraged. Go forward. ആഹാബിന്റെ രഥത്തിന് മുമ്പിൽ മുൻപോട്ടോടുന്ന ഏലിയാവുമാരെ കാണണ്ടോ? Hallelujah, when you look at the Elijahs who are running before the chariots of Ahab. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം മുമ്പോട്ട് ഓടിക്കാട്ട്. Oh, run this morning. എല്ലാവരും നിരാശപ്പെടുത്തുമ്പോൾ, എല്ലാവരും താഴ്ത്തിക്കെട്ടുമ്പോൾ ഫെലിസ്ത്യ സൈന്യത്തിനും ഗോലിയാത്തിനും നേരെ ഓടുന്ന ദാവീദുമാർ വചനത്തിൽ നമുക്ക് സാക്ഷ്യം നിൽക്കുന്നു. Hallelujah, when everybody is pushing you down or discouraging, we can see Davids who are running before to face Goliath. ത്തിന്റെ പരിമിതിയും പഠിപ്പിലുമായ്മയും കൊണ്ട് തലകുനിച്ചിരിക്കാതെ ആത്മാവിൽ നിറഞ്ഞ് പ്രസംഗിക്കുന്ന പത്രോസുമാർ വിശുദ്ധ തിരുവഴുത്തിൽ അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കുന്നു. Let us have Peters who do not have the education, but because of power anointing, be standing for God. ഇന്ന് പകൽക്കാലം പിമ്പിലുള്ളതിനെ മറന്ന് മുമ്പിലേക്ക് ആഞ്ഞുകൊണ്ട് യേശുവിന് വേണ്ടി ഓടിക്കാട്ട്. Forget about things that are behind. Look forward to Jesus and run forward. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ചെങ്കടലിന്റെ തീരത്ത് കരഞ്ഞ് കരഞ്ഞ് തളർന്നു വീഴാം. And either one thing he can be crying at the shores of Red Sea and be discouraged there. ഒന്നെങ്കിൽ വീണ്ടും ഫറവോന്റെ അടിമത്തത്തിലേക്ക് നിങ്ങൾക്ക് മടങ്ങി You പോകാം. can go back to the bondage of Pharaoh. ഇല്ല എങ്കിൽ Otherwise, ആത്മാവിൽ മോശ പറഞ്ഞ പദം ഏറ്റെടുത്താട്ട്. you take what Moses in the മോശയോട് spirit. ദൈവം കൊടുത്ത കൽപ്പനയത്. And this is a command of God. ജനത്തോട് മുമ്പോട്ട് പോകാൻ കൽപ്പിക്കാം. Tell the people to go forward. അങ്ങനെ കൽപ്പിച്ചാൽ If the heaven is commanding you, ഉയരുന്ന തിരമാല നിങ്ങളുടെ ഭയമായി മാറത്തില്ല. the waves will not terrify you. ഇന്ന് പകൽ ചിലരോട് പരിശുദ്ധാത്മാ ദൂത് പറയുന്നു. The message the Spirit is saying this morning, മുമ്പോട്ട് പോയിക്കൊള്ളുക. go forward. ഇനി 2 മാസമേ ഉള്ളല്ലോ. Oh, only 2 more months. ഞങ്ങൾ കാര്യങ്ങൾ എങ്ങനെ ചെയ്തു തീർക്കും? How can I finish my വചനം work? പറയുന്നു മുമ്പോട്ട് പോ. Oh, God is saying go forward. ആത്മാവിൽ മുന്നോട്ട് പോ. Go forward. ആരാധിച്ച് മുന്നോട്ട് പോ. Worship and go forward. വീണ്ടും കൈയടിച്ച് മുന്നോട്ട് പോ. Oh, clap your hands and go forward. അന്യഭാഷയിൽ നൃത്തം ചെയ്ത് മുന്നോട്ട് പോ. Oh, jump in spirit, go forward. വചനം പറഞ്ഞ് മുന്നോട്ട് പോ. Oh, preach the word and go forward. സ്തോത്രം പറഞ്ഞ് മുന്നോട്ട് പോ. Oh, go forward. കൃപ ചൊരിച്ച് മുന്നോട്ട് പോ. Have the grace, go forward. നേരമില്ല. Oh, we don't have time to sit down. ശത്രുവിന്റെ ആരവം കേട്ട് ഇവിടെ ഇരിക്കുന്ന ദിവസമല്ല. Oh, we should not be discouraged because of weapons. മുമ്പോട്ട് മുമ്പോട്ട് മുമ്പോട്ട്. Go forward, go forward, go forward. Hallelujah. മുമ്പോട്ട് പോകുവാൻ ആത്മാവ് കൽപ്പിക്കുന്നു. The Spirit is saying go forward. മനുഷ്യർ നിങ്ങളുടെ വാ പൊത്തുമ്പോൾ, Oh, when the people are going to stop your mouth. സകല ശക്തിയും എടുത്ത് ഉറക്കം നിലവിളിച്ച ബർത്തിമായിയെ പോലെ. Oh, just like Bartimaeus who cried loud. വീണ്ടും വീണ്ടും നിരാശപ്പെടാതെ നിലവിളിച്ചു തുടങ്ങിക്കോ. Hallelujah, don't be discouraged, cry out loud. വന്നവരും പോയവരും ശിഷ്യന്മാരും നിരുത്സാഹപ്പെടുത്തിയപ്പോൾ, Oh, when even the disciples and coming and people, everybody is discouraging. വീണ്ടും യേശുവിന്റെ അടുക്കൽ നിന്ന് കരഞ്ഞ കനാൻ സ്ത്രീയെ പോലെ. Oh, just like the Canaanite woman who cried in the presence of Jesus. പകൽക്കാലം go forward, മുമ്പോട്ട് പോകുക. Oh, this morning go forward. ആത്മാവ് വീണ്ടും കൽപ്പിക്കുന്നു. The Spirit again says, ജനത്തോട് മുമ്പോട്ട് പോകാൻ കൽപ്പിക്കാം. Oh, tell the people to go forward. ഇത് കരയാനുള്ള ദിവസമല്ല. Not to cry. ദേവദാസ് ഇത് കരയേണ്ട സമയമല്ല. Oh, not to cry, brothers and ഇത് sisters. കൽപ്പിക്കേണ്ട സമയമാ. This is time to command. ചിലതിനോട് കൽപ്പിച്ചാട്ട്. Oh, to some command. മലയോട് കൽപ്പിക്ക്. To command the mountains. കാട്ടത്തിയോട് കൽപ്പിക്ക്. Command the sycamore. മല പിഴുതുമാറട്ടെ. Oh, let the mountains go. കാട്ടത്തികൾ പറഞ്ഞു പോകട്ടെ. Let the things fly away. കരയാൻ ഒരു കാലം, ചിരിക്കാൻ ഒരു കാലം. Oh, there's a time to cry, there's a time to smile. ഈ ഒക്ടോബർ മാസം This month of October. കൽപ്പിക്കുന്ന കാലമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? How many people believe you have to command? ജനത്തോട് മുമ്പോട്ട് പോകാൻ കൽപ്പിക്കാം. Oh, command to go forward. ദൈവസഭ മുമ്പോട്ട് പോകട്ടെ. Church of God, go forward. കുടുംബങ്ങൾ മുമ്പോട്ട് പോകട്ടെ. Families, go forward. ഞങ്ങളുടെ വിദ്യാഭ്യാസം എന്തായി തീരും? Oh, what is going to be our happy education? ജോലി സാധ്യതകൾ മങ്ങുന്നല്ലോ. Oh, the employment is going down. പ്രോപ്പറായിട്ട് ഗ്രാജുവേഷൻ പോലും നടക്കുന്നില്ല. Oh, not even a proper graduation happening. സ്കൂളിന്റെ അറ്റ്മോസ്ഫിയർ ഞങ്ങൾക്കില്ല. Oh, we don't have atmosphere school. നാളെ ഞങ്ങളുടെ ഭാവി എന്താകും? What is our future tomorrow? പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. The Spirit of God is saying the message. തലമുറകളോട് കൽപ്പിക്കുന്നു. Oh, to command. ഭയപ്പെടേണ്ട, മുമ്പോട്ട് പോ. Oh, don't be afraid, go forward. ദൈവത്തിന്റെ പദ്ധതികൾ നിങ്ങൾ കണ്ടിട്ടില്ല. Oh, you haven't seen the plans of God. ദൈവത്തിന്റെ വഴികൾ നിങ്ങൾ You കണ്ടിട്ടില്ല. haven't seen the ways of God. മനുഷ്യരുടെ കണ്ണ് വെളിപ്പെടാത്ത ദൈവത്തിന്റെ പദ്ധതികൾ Hallelujah, the plans of God that has not revealed to any man. ജനത്തിനു വേണ്ടി വെളിപ്പെട്ടു വരുമാറാകട്ടെ.
life. Oh, there might be obstacles and hindrances. Hallelujah. Amen. സക്കായി മുമ്പോട്ട് ഓടി. Zacchaeus is running. സക്കായി കാട്ടത്തിൽ കയറി. And he's coming on the sycamore tree. സക്കായിയുടെ ആശ ഇതായിരിക്കാം, And this was his desire maybe. എനിക്കൊരു യേശുവിനെ കാണണം, I want to see my Jesus. യേശു എന്നെ കാണരുത്. But Jesus should not see me. ഇലകൾക്കിടയിൽ മറഞ്ഞൊളിച്ചിരിക്കുന്ന ഒരു സക്കായി. And we can see Zacchaeus who's trying to hide in പ്രിയരെ, between the പലപ്പോഴും leaves. നമ്മളും ഇങ്ങനെയൊക്കെ തന്നെയാ. Many times we are like this. എനിക്ക് യേശുവിനെ കാണണം, I want to see Jesus. എനിക്ക് എല്ലാ അനുഗ്രഹവും വേണം, I need all the എനിക്ക് blessings. സൗഖ്യം വേണം, വിടുതൽ വേണം, നന്മ വേണം, I need the healing, the deliverance, all the blessings. കാര്യങ്ങളൊക്കെ നടന്നു കിട്ടണം. Oh, all my things should be accomplished. പക്ഷേ യേശു എന്നെ കാണരുത്. But Jesus should not see me. നമ്മുടെ പല പാട്ടുകളും നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ശുശ്രൂഷകളും ഒക്കെ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. Many of our songs and ministries are accomplishing those things. എനിക്ക് യേശുവിനെ കാണണം, I want to see Jesus, യേശു എന്റെ എല്ലാ കാര്യങ്ങളും നടത്തി തരണം. and He should do all my things. പക്ഷെ യേശു എന്റെ ജീവിതത്തിലോട്ട് എത്തി നോക്കരുത്. But Jesus should not even peek into my life. യേശു എന്റെ മുറിയിൽ കയറരുത്. Jesus, don't come into my room. ഇനി ഇച്ചിവിടെ താഴ്ന്നു പറ, യേശു എന്റെ ഫോണിന്റെ പാസ്വേഡ് ഒന്നും ചോദിക്കരുത്. Jesus, please don't ask the password of my phone. യേശു എന്റെ ജോലിയിലൊന്നും എത്തി നോക്കരുത്. Jesus, please don't peek into my Don't workplace. disturb me ആറ്റിറ്റ്യൂഡാ പലർക്കും ഉള്ളത്. And you're telling Jesus, don't disturb me. എനിക്കെല്ലാം വേണം, എന്റെ സ്വകാര്യതയിൽ യേശു ശല്യപ്പെടുത്തരുത്. I need everything from you, Jesus, but don't disturb my നിങ്ങൾ comfortable യേശുവിനെ situation. കാണാൻ തീരുമാനിച്ചാൽ But if you decide to see നിങ്ങളുടെ Jesus, സകല കാര്യങ്ങളും കാണുന്നവനാണ് യേശു. and Jesus is a person who can see everything that you have. If you expect anything from God, you should expect that He is going to get into everything in your life. Hallelujah. Jesus is going to get into everything of your life and you accept Him. ജീവിതത്തിലെ സകല മേഖലകളിലും കർത്താവിന് സ്വാധീനം ഉണ്ടായിരിക്കണം. And Jesus should have influence in all the വചനം areas of your പറയുന്നു, life. അവന്റെ കണ്ണിന് മുമ്പാകെ സകലവും നഗ്നവും മലർന്നതുമായിരിക്കുന്നു. Because everything is naked, He can see അവന് everything. മറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ലെന്ന്. And there is nothing hidden from the eyes of Jesus. യേശു എന്നെ കാണുന്നു, Jesus is looking at യേശു me. എന്നെ അറിയുന്നു. Jesus knows me. എന്ത് ഞാൻ ചെയ്യിലും എല്ലാം അവൻ കാണുന്നു. യേശു എന്നെ കാണുന്നു. Hallelujah. Jesus is looking at me and He knows everything about പക്ഷേ me. യേശുവിന്റെ ഉദ്ദേശം വേറെയായിരുന്നു. But the intention of Jesus was different. അതിന്റെ 5-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു, Verse 5. സക്കായിയുടെ ഓട്ടം തീരുമാനം വൃഥാവിലായില്ല. And his decision was not useless. വായിക്കുന്നത്, യേശു ആ സ്ഥലത്തെത്തി മേൽപോട്ട് നോക്കി അവനെ കണ്ടു. And Jesus reached that place, looked up and saw him. യേശു ആരെ കണ്ടു? യേശു സക്കായിയെ കണ്ടു. And who did Jesus see? Jesus saw Zacchaeus. പുരുഷാരത്തിന്റെ തടസ്സം വകവെക്കാതെ മുന്നോട്ട് ഓടിയവനെ യേശു കണ്ടു. And Jesus saw the person who was trying to see Jesus. തന്റെ ജീവിതത്തിലെ പോരായ്മയായ പൊക്കക്കുറവിനെ ഗൗനിക്കാതെ കാട്ടത്തിന്മേൽ വലിഞ്ഞു കയറിയവനെ യേശു കണ്ടു. And Jesus saw the person who was not concerned about his height and climbed upon the sycamore tree. നമ്മുടെ ഓട്ടോ അധ്വാനം ഒന്നും ക്രിസ്തുവിൽ വൃഥാവല്ല കേട്ടോ. Do not think that your efforts in Jesus is നിങ്ങൾ useless. എന്തെങ്കിലും ദൈവനാമത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ, If you have done anything for Jesus' name, അതിരാവിലെ എഴുന്നേറ്റൊന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, and if you got up in the morning and prayed, തിരുവചനത്തിൽ ഒരു വാക്യം വായിച്ചിട്ടുണ്ടെങ്കിൽ, and if your word read a word from the എന്തെങ്കിലും Bible, പ്രതീക്ഷിച്ചല്ല നാം ചെയ്യുന്നത്. we are not expecting പക്ഷെ anything. സ്വർഗം നിങ്ങൾ ഇന്ന് പ്രതീക്ഷിച്ചത് എന്തെങ്കിലും നിങ്ങൾ ചെയ്താൽ, But if you do something that the heaven അത് desired, അറിയുന്ന കാണുന്ന ഒരു ദൈവമുണ്ട്. there is a Lord who looks at that. ഇന്ന് പകൽക്കാലം നമ്മുടെ ഓട്ടം, നമ്മുടെ അധ്വാനം സ്വർഗം മറന്നു കളയുവാൻ നാം കേട്ടല്ലോ, അനീതിയുള്ള ദൈവമല്ല. Hallelujah. Our God is not an unrighteous God, a lying ഈ God. that who ലോകത്തിൽ forgets us. ആരും കണ്ടില്ലെങ്കിലും, No matter who, nobody sees ആരും us. അറിഞ്ഞില്ലെങ്കിലും No one knows about it. സ്വർഗം കാണുന്നുണ്ട്. Heaven looks at it. എല്ലാവരും കാണുന്നത് പെർഫോമൻസ് ചെയ്യുന്നവരെ കാണുന്നത്. People only look at people who perform. ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്ന നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ട്. I am preaching, you are looking at me. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ അധ്വാനിക്കുന്ന പലരെയും നിങ്ങൾ കാണുന്നില്ല. And you cannot see the people who are working behind നിങ്ങൾ scenes. ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, നിങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാം. And you go to work, you come back and you know it. പക്ഷെ വീട്ടിനകത്ത് നിങ്ങൾ അറിയാതെ നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. But inside the house there is people working for you. കുഞ്ഞുങ്ങളെ, പ്രായമുള്ളവരെ ഇത് തിരിച്ചറിയണം. Hallelujah. Children and old people understand this. നിങ്ങൾ വിലയിരുത്തുന്ന പോലല്ല സ്വർഗം വിലയിരുത്തുന്നത്. Hallelujah. Just like you count it, it's not heaven counting it. എല്ലാ അധ്വാനത്തെയും ആദരിക്കുന്നവനാ നമ്മുടെ ദൈവം. And our Lord honors all the efforts. യേശുവിന്റെ നാമത്തിൽ ഒരു ഗ്ലാസ് തണ്ണീർ, പച്ചവെള്ളം കൊടുത്താൽ പ്രതിഫലമുണ്ടെന്നല്ലേ വചനം പറയുന്നത്? The word says that if you give a glass of water in the name of Jesus, you have the reward. എന്താ അതിന്റെ അർത്ഥം? അന്നത്തെ കാലത്തെ സാഹചര്യം വെച്ച് And according to the times of that time, ഒരാളുടെ കയ്യിൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കണമെങ്കിൽ, and if you have to give a glass of water those times, റെഫ്രിജറേറ്ററിൽ നിന്ന് ഫിൽറ്റർ ചെയ്തെടുക്കുന്ന കാലമല്ലല്ലോ, and this is not a time when they had the refrigerator and the filters. അല്ലല്ലോ ബോട്ടിൽ തുറന്നു കുടിക്കുന്ന കാലമല്ലല്ലോ. That was not a time when you can
Let's open the കിണറ്റിൽ bottle. കിടക്കുന്ന ആഴമുള്ള കിണറ്റിലെ വെള്ളം And this water which is deep in a well, അത് കോരിയെടുത്ത് പാത്രത്തിലാക്കി ഗ്ലാസ്സിലാക്കി കൊടുക്കണം. അതിന്റെ അധ്വാനം ദൈവം കാണുന്നുണ്ട്. hallelujah, you have to take it out of that well and put it in a glass, and then you have to give it that effort. എല്ലാറ്റിന്റെയും പിന്നിൽ ഒരു അധ്വാനമുണ്ടെന്ന് യേശുവിന് അറിയാം. And Jesus knows behind everything there is an effort. സുഖമായി ഉറങ്ങേണ്ട സമയത്ത് അതിരാവിലെ എഴുന്നേറ്റാൽ അത് കാണുന്ന ദൈവം. Hallelujah, if you wake up early in the morning, Jesus sees that. എല്ലാവരും രാത്രിയിൽ ഉറങ്ങുമ്പോൾ നീ ഉറക്കളച്ചിരിക്കുന്നത് കാണുന്ന ദൈവം. When everybody is sleeping and you are awake, Jesus is ഇല്ലായ്മയിൽ watching നിന്ന് that. മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് കാണുന്ന ദൈവം. Hallelujah, when you are giving out of nothing, Jesus says know that. നമ്മുടെ ഓട്ടവും നമ്മുടെ അധ്വാനവും യേശു കാണുന്നുണ്ട്. Hallelujah, Jesus knows all our efforts. യേശു അവനെ സക്കായിയെ വേഗം ഇറങ്ങി വാ. Jesus is telling Zacchaeus, come down quickly. അത്തിയുടെ മുകളിലാണെങ്കിലും അത്തിയുടെ ചുവട്ടിലാണെങ്കിലും യേശു കാണും. And even though he is up on the sycamore tree or the feet of the sycamore tree, he just അത്തിയുടെ can see. കീഴിലിരുന്ന നദനിയേലിനെ യേശു കണ്ടല്ലോ. And Jesus saw Nathanael who was sitting at the foot of the അത്തിയുടെ മുകളിലിരിക്കുന്ന സക്കായിയെ യേശു കാണും. and Jesus is seeing Zacchaeus who's sitting up on the ജീവിതത്തിന്റെ sycamore. ഏത് തുറകളിലുള്ളവർ എവിടെ ഇരുന്നാലും കാണുന്ന ഒരു ദൈവമുണ്ട്. And God is a God who can see wherever you are. എന്നെ ഏറ്റവും അതിശയിപ്പിച്ചത് And the most യേശു wonderful അവനെ thing, പേര് ചൊല്ലി സക്കായിയെ വേഗം ഇറങ്ങി വാ. Jesus called him by name. എനിക്ക് Zacchaeus, ഇന്ന് come പകൽക്കാലം down. വളരെ സന്തോഷമുണ്ട്. I have great joy this morning. എന്റെ പേര് ഒരു സന്ദേശം. Hallelujah. I'm rejoicing that Jesus knows my പകൽക്കാലം name. നിങ്ങളുടെ പേരിനെ ഓർത്ത് നിങ്ങൾ അഭിമാനം ചൊല്ലിയാട്ടെ. Hallelujah. Be honored by your name. ചിലരൊക്കെ പറയും എന്റെ പേര് അങ്ങോട്ട് ശരിയാകുന്നില്ല. Some people say my name is not that എന്റെ good. പേരിന്റെ കുഴപ്പമായിരിക്കും. Maybe it is the meaning of my name. നമ്മുടെ പേരിന് ഒരു കുഴപ്പമില്ല. യേശുവിന് അറിയാമെങ്കിൽ പിന്നെ എന്തോ വേണമെന്നില്ല. Hallelujah. Our name has no problem. If Jesus knows, it's no problem. അപ്പനും അമ്മയും വെറുതെ നിങ്ങൾക്ക് ഒരു പേരിട്ടതല്ല. Hallelujah. The parents did not name you for ആ just like that. പേരെന്റെ യേശുവിന് അറിയാം. And Jesus knows the name. സക്കായി യഹൂദന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ലോ. Hallelujah. Zacchaeus, you're not part of the Jewish റോമാ family. ഗവൺമെന്റ് അധ്വാനിക്കുന്നവനല്ലേ. And you have worked for the Roman അവന്റെ government. പേരും യേശു ചൊല്ലി വിളിച്ചെങ്കിൽ Hallelujah. If Jesus called his name. ഉൾപ്പടപ്പിന്റെ മുമ്പിൽ മോശയെ വിളിച്ച അതേ ദൈവം, Hallelujah. The same God who called Moses in the കൽദയ burning bush. പട്ടണത്തിലെ അബ്രഹാമിനെ വിളിച്ച അതേ ദൈവം, And the same God who called Abraham in the Ur of Chaldees. യാക്കോബിനെ പലവട്ടം വിളിച്ച അതേ ദൈവം, Hallelujah. Jacob was called by God, the same God. ശൗലിനെ അല്ലെങ്കിൽ തർസോസുകാരൻ ശൗലിനെ പലവട്ടം വിളിച്ച ദൈവം. And the Tarsus of Tarsus was called by God, the ആ same God. ദൈവത്തിന്റെ പുസ്തകത്തിൽ എന്റെ പേരുമുണ്ടെന്നോർത്ത് ഇന്ന് രാവിലെ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. Hallelujah. Remember that your name is also in the same book, but called by എത്ര പേർക്ക് God. സന്തോഷമുണ്ട്? Hallelujah. How many of you rejoice? ധനമുള്ള ഇയ്യോബിന്റെ പേര് യേശുവിന്റെ പുസ്തകത്തിലുണ്ട്. Hallelujah. Job, who is rich, his name is in the book of Jesus. 7000 ആഹലലി ആടും 3000 ഒട്ടകവും 1000 കാളയും 1000 കഴുതയുമുള്ള ഇയ്യോബിനെ ദൈവത്തിന് അറിയാം. And Job, God knows Job very well, who has lots of cattle. ധനവാന്റെ പടിപ്പുരവാതക്കൽ വ്രണം പിടിച്ച് ആഹാരത്തിന് ഗതിയില്ലാതെ കിടക്കുന്ന ലാസറിന്റെ പേരും ദൈവത്തിന്റെ പുസ്തകത്തിലുണ്ട്. Hallelujah. Even Lazarus, who has no food and he's laying at the feet of his masters, his name Jesus knows. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം അഭിമാനത്തോടെ പറഞ്ഞാട്ടെ, Oh, with honor say it this morning. എന്നെ അറിയുന്നവനെ എനിക്കറിയാവുന്നതാണ് എന്റെ ഏറ്റവും വലിയ ഭാഗ്യം. Hallelujah. The one who knows me, if I know him, that is the greatest blessedness. എന്റെ ഭാവി അറിയുന്നവനെ എനിക്കറിയാവുന്നത് കൊണ്ട് എന്റെ ഭാവി ഓർത്ത് ഞാൻ ആശങ്കപ്പെടുന്നില്ല. Because I know the person who knows my future, therefore I'm not worried about my future. സമയം മുന്നോട്ട് പോകും, നമുക്ക് അവസാനിപ്പിക്കണമല്ലോ. Let us go forward. വീണ്ടും വായിക്കുന്നതിന്റെ അടുത്ത വാക്യം, യേശു സക്കായിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. And next we can see that Jesus is going to Zacchaeus' house. എന്തായിരുന്നു സക്കായിയുടെ ആഗ്രഹം? What was Zacchaeus' desire? എനിക്ക് എന്റെ യേശുവിനെ ഒന്ന് കണ്ടാ മതി. All I want to see is Jesus. അത് നിന്റെ ആഗ്രഹമാണ്. That is your desire. നിന്റെ വിചാരമല്ല എന്റെ വിചാരം. Your thoughts is not my thought. കാണാൻ ആഗ്രഹിച്ചവന്റെ ഭവനത്തിലേക്ക് വരുവാൻ യേശു തീരുമാനിച്ചു. All he wanted to see Jesus, but Jesus wanted to go to his house. നമുക്കിനിയും അല്ലെങ്കിൽ സക്കായിയുടെ തീരുമാനത്തിലേക്ക് വന്ന് ഈ വചനം അവസാനിപ്പിക്കണം. Let's come to the decision of Zacchaeus. 19 അധ്യായം 19 അതിന്റെ chapter, 7-8 വാക്യങ്ങൾ നാം ഇങ്ങനെ വായിക്കുന്നു. verses 7 and 8. യേശു സക്കായിയുടെ വീട്ടിലേക്ക് വന്നു. And Jesus came to Zacchaeus' house. സക്കായി അതിസന്തോഷത്തോടെ യേശുവിനെ തന്റെ വീട്ടിലേക്ക് കൈകൊണ്ടു. And Zacchaeus received Jesus joyfully. എല്ലാവരും പറയുകയാണ്, ആൾക്കാർ പറയാൻ തുടങ്ങി, And everybody is saying, ദാ യേശു ഒരു പാപിയുടെ കൂടെ പാർക്കാൻ പോകുന്നു. oh, now Jesus is going to dwell with a sinner. അതെ, അവർക്കൊരു അത്ഭുതമാണ്. And that is a wonder to അത് ഈ them. ലോകം കണ്ട ഏറ്റവും വലിയ അത്ഭുതം അത്. And that is the greatest ഇന്ന് ഇവിടെ നിന്നുകൊണ്ട് ഞാൻ word വചനം പറയുമ്പോൾ as we are preaching here. എനിക്കും പറയാൻ ഏറ്റവും വലിയ അത്ഭുതം അതാണ്. And that is the greatest miracle I had to എന്നെ proclaim. തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, And to choose me and to honor me. അതാ ലോകം കണ്ട ഏറ്റവും വലിയ അത്ഭുതം. Hallelujah. That is the greatest wonder the world saw. നീതിമാന്മാരെ തിരക്കി മതങ്ങൾ നടക്കുമ്പോൾ, Hallelujah. When people are searching around, ആചാര്യന്മാരും മതങ്ങളും തത്വങ്ങളും നീതിമാന്മാരെ
തേടി നടക്കുമ്പോൾ When the religions and philosophies are looking for righteous പാപിയെ people, തേടി വന്നത് ഒറ്റ ഒരു വ്യക്തി മാത്രം, അതിന്റെ യേശു. hallelujah, looking for a sinner, there's only one person, പാപിയെ Jesus. രക്ഷിപ്പാൻ, പാപിയെ വീണ്ടെടുപ്പാൻ സ്വർഗം മഹിമ വിട്ട് ഇറങ്ങി വന്ന യേശു. Hallelujah, Jesus who came down, living all the glories of heaven, that's Jesus. അഭിമാനത്തോടെ പറഞ്ഞാട്ടെ, എന്നെ തേടി യേശു വന്നുവെന്ന്. Oh, with honor say, Jesus തേടി came to വന്നു look me. ദോഷിയാമെന്നെയും എന്നെയും നാഥ തേടി വന്നു. ദോഷിയാമെന്നെയും നാഥ ഇത്രമാം സ്നേഹം ഉയിർ കൊടുത്തെനിക്ക, ഇത്രമാം സ്നേഹം ഉയിർ കൊടുത്തെനിക്ക, മന്നവ വർണ്ണിപ്പം. കരങ്ങളെ ഉയർത്തി അഭിമാനത്തോടെ, ഓ മന്നവ വർണ്ണിപ്പ എഴുതല്ല എനിക്ക് തേടി വന്നു. ദോഷിയാമേ നെയും എന്നെയും നാഥ തേടി വന്നു. ദോഷിയാം, ഹല്ലേലൂയ. ചേറിന്റെ ഗന്ധം, പാപത്തിന്റെ ഗന്ധം, ശാപത്തിന്റെ കെട്ടുണ്ടായിരുന്ന എന്നെ തേടി യേശു വന്നു. Hallelujah. I was in the horrible pit in bondage. Jesus came അതാ looking for me. വേദപുസ്തകത്തിന്റെ സന്ദേശം, And that is the message അതാ of ക്രൂസിന്റെ Bible. സന്ദേശം, That is a അതാ message. ദൈവസഭയുടെ അഭിമാനം. And that is the honor of the church. യോഗ്യതയില്ലാതിരുന്ന ഞങ്ങൾ യോഗ്യന്മാരായി മാറി. Oh, we had no qualifications. We God ഇന്ന് counted us പകൽക്കാലം worthy. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കണം. Oh, with a great joy we should praise God. യേശു വീട്ടിൽ വന്നപ്പോൾ And when Jesus came to the house, സക്കായി എഴുന്നേറ്റൊരു സാക്ഷ്യം പ്രസ്താവിച്ചു. and Zacchaeus testified. നമ്മുടെ പ്രസംഗം ഇപ്പൊ തുടങ്ങുന്നതേ ഉള്ളൂ. Preaching is just starting now. സക്കായി എങ്ങനെ അബ്രഹാമിന്റെ മകനായി? How did Zacchaeus become the son of സക്കായി രണ്ട് Abraham? പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് എടുത്തത്. And Zacchaeus took two decisions. സക്കായി പറയുകയാണ്, അല്ലെങ്കിൽ നാട്ടുകാർ പറയുന്നത് എനിക്ക് വിഷയമൊന്നുമല്ല. I don't care what the people അവർ are saying. പറയുന്നു ഇവൻ പാപിയിലൂടെ പാർക്കാൻ പോയി എന്ന് പറഞ്ഞ് സക്കായി പാപിയാണെന്ന് അവർ മുദ്രകുത്തി. And the people are saying is Zacchaeus is a sinner. ചുങ്കക്കാരൻ എന്ന് പറഞ്ഞ് സമൂഹം മാറ്റി നിർത്തിയിരിക്കുന്നു. And people have told him that he is a അവൻ tax collector. ലോകം പറയുന്നതിന്റെ നേരെ ചെവി അടച്ചിട്ട് And he shut his mouth to what the world is saying. യേശു തന്റെ വീട്ടിൽ വന്നപ്പോൾ When Jesus came to his house, രണ്ട് തീരുമാനങ്ങൾ സക്കായി എടുത്തു. and the two decisions Zacchaeus took. ഒന്നാമത്തെ തീരുമാനം, Number one, കർത്താവേ ഞാൻ എന്റെ വസ്തുവകയിൽ പകുതി ദരിദ്രർക്ക് കൊടുക്കും. Lord, the half of my goods I will give to the poor. ആരും ഈ കടുത്ത തീരുമാനമൊന്നും ഇന്ന് രാവിലെ എടുക്കണ്ട. Nobody has to take such a ജസ്റ്റ് decision. കേട്ടോണ്ടിരുന്നാ മതി. Just listen. യേശു ആവശ്യപ്പെട്ടൊന്നുമില്ലെന്നേ. Jesus didn't ask for it. പക്ഷെ യേശു വീട്ടിൽ വന്നാൽ But when Jesus comes to your house, യേശുവിന്റെ ആഗ്രഹം എന്താണെന്ന് നാം അറിയും. and we know what is the desire of Jesus, യേശുവിന്റെ ഹൃദയം നാം തിരിച്ചറിയും. we will understand the heart of Jesus. യേശു എന്റെ വീട്ടിലുണ്ടെന്ന് ഞാൻ പറയുകയും, And when I say I have Jesus in my house, യേശുവാണ് എന്റെ നായകൻ എന്ന് പറയുകയും, when I say Jesus is my Lord, യേശു എന്റെ കൂടെ ഉണ്ടെന്ന് പാടുകയും പ്രസംഗിക്കുകയും ചെയ്യുമ്പോൾ when you say that Jesus is along with me, യേശുവിന്റെ ആഗ്രഹം അറിയാതെ നാം ജീവിക്കാറുണ്ട്. and we live without knowing the heart of Jesus. ഒരിക്കൽ തന്റെ അടുക്കലേക്ക് ധനികനായ ഒരു ന്യായശാസ്ത്രി കടന്നു വന്നു. One time a rich young ruler came to him. ലൂക്കോസ് 18-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം, മത്തായി മർക്കോസ് 10-ലൊക്കെ നമ്മൾ And വായിക്കുന്നുണ്ട്. we can read that in book of Luke or Matthew. അവൻ എല്ലാ കൽപ്പനകളും പ്രമാണിക്കുന്നവനാ. You kept all the commandments. അനിപന്തിക്കോസുകാരനാ. And he was a good Pentecostal. അന്യഭാഷ അല്ലെങ്കിൽ നന്നായി പറയും, He speaks in tongues. അല്ലെങ്കിൽ പ്രവചിക്കും, He prophesies. 1.5 മണിക്കൂർ പ്രസംഗിക്കും, 1.5 hours ഏത് message. പാട്ട് വേണേലും കാണാതെ പാടും, Oh, he can sing any songs. എത്ര വേണേലും അല്ലെങ്കിൽ ഇവാഞ്ചലിസത്തിന് റെഡിയാണ് പോകാൻ. Oh, he was ready for evangelism. യേശു അവനോട് പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. Jesus said, I need one thing. എല്ലാ നിറവിന്റെയും കൂട്ടത്തിൽ ഒരു കുറവ് നിനക്കുണ്ട്. With all the fullness that you have one lack. നിന്റെ എല്ലാ അഭിമാനത്തിന്റെയും കൂട്ടത്തിൽ ഒരു കുറവുണ്ട്. And with all the honor that you have, there is one നിനക്കുള്ളത് lack. വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. And whatever you possess, അത് sell it കേട്ട and ഉടനെ give അവൻ it poor. ദുഃഖിതനായി വീട്ടിൽ പോയെന്നാ പറയുന്നത്. And he was grieved, he returned home. യേശുവിന്റെ കൂടെ ഉള്ളവർക്കെല്ലാം അറിയണം യേശുവിന്റെ ആഗ്രഹം എന്താണെന്ന്. And everyone with Jesus wants to know what is in Jesus' heart. ഇന്ന് പകൽക്കാലം നാം കർത്താവിന്റെ കൂടെ നടന്നിട്ട് പാടിയിട്ട് പ്രാർത്ഥിച്ചിട്ട് പ്രസംഗിച്ചിട്ട് അവിടുത്തെ തിരുഹിതം തിരു ഇഷ്ടം അറിയുന്നില്ലെങ്കിൽ, And if you have walked with Jesus, preached with Jesus, sing with Jesus, but you do not know his perfect എന്താ will, യേശുവിന്റെ ആഗ്രഹം? what is the will of Jesus? ദൈവത്തിന്റെ ആഗ്രഹമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. The will of God, your sanctification. അത് തിരിച്ചറിഞ്ഞു വേണം ജീവിക്കുവാൻ. Oh, understand that. ശത്രുക്കളെ സ്നേഹിക്കണം, അത് യേശുവിന്റെ ആഗ്രഹമാ. It is a desire of Jesus to love the enemies. നിന്റെ തിന്മാൻ കൊടുക്കാതെ യേശുവിന്റെ ആഗ്രഹമാ. And it is the desire of Jesus, if enemy is hungry, give them food. ശത്രുവിനോട് അല്ലെങ്കിൽ നിനക്ക് എതിരുള്ളവരോട് ക്ഷമിക്കുക, അത് ദൈവത്തിന്റെ ആഗ്രഹമാ.
desire Jesus that you forgive your enemies. മറ്റുള്ളവരെ നമ്മളെക്കാൾ ശ്രേഷ്ഠരെന്ന് എണ്ണുക. അത് യേശുവിന്റെ ആഗ്രഹമാ. And it count other people greater than you. That is Jesus' desire. സക്കായിയുടെ യേശു ഒന്നും പറഞ്ഞില്ല. And Jesus didn't say anything to പക്ഷേ Zacchaeus. യേശുവിന്റെ ഉള്ള് അവൻ തിരിച്ചറിഞ്ഞു. But he understood the heart of പ്രിയരേ, ഇന്ന് Jesus. പകൽക്കാലം ദൈവ സാന്നിധ്യം നിങ്ങൾക്ക് എന്ത് വ്യത്യാസമുണ്ടാക്കി? Children of God, what difference does the presence of Jesus make in your യേശു life? ഉണ്ടെന്ന് പറയുമ്പോൾ When you say there is Jesus, വീടിന്റെ വാതിക്കൽ ക്രിസ്തു ഈ വീടിന്റെ നായകനെന്നോ, and when you write down in front of house, Christ is the head of ഞാനും the എന്റെ house. കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്നോ, Oh, as me and my family will serve the Lord. ഞങ്ങളുടെ മേശയിലെ കാണപ്പെടാത്ത അതിഥിയാണ് യേശുവെന്നോ, And you say that Jesus is unseen guest at the table. ഇത് എഴുതി വെച്ചിട്ടൊന്നും കാര്യമില്ല. Oh, no marriage sticks We should there. know the very heart of Jesus. Hallelujah. We need to know to have the heart of Jesus. യേശുവിന്റെ ഇഷ്ടം തിരിച്ചറിയണം. Oh, we need to know the will of Jesus. അവന്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരെ വേണം അവനെ വാഴ്ത്തുവാൻ. Hallelujah. The people who do his will should be the one who praise him. സക്കായിയുടെ രണ്ടാമത്തെ തീരുമാനം. And second decision of വീണ്ടും Zacchaeus. സക്കായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. And now Zacchaeus continuing. ഞാൻ ചതിവായി വാങ്ങിയിട്ടുള്ളത് 4 മടങ്ങ് മടക്കി കൊടുക്കും. Anything I have taken by false accusation or deceit, I'll restore fourfold. ഓൾറെഡി സ്വത്തിന്റെ 50% എഴുതി വെച്ച് കഴിഞ്ഞു. Already he has written 50, half of his wealth. ഇനി ബാക്കിയുള്ള Now left over. അതിൽ ചതിവായി വാങ്ങിയിട്ടുള്ളത് 4 മടങ്ങ് കൊടുക്കാന്ന് പറഞ്ഞാൽ And anything I got by deceit, I'm going to give fourfold back. നമുക്കത് ഊഹിക്കാൻ കഴിയത്തില്ല ഇതിന്റെ ബാക്കി എന്തുണ്ടെന്ന്. And we cannot even imagine. പക്ഷെ അവൻ പറയുന്ന ഇതാണ്, This is what he's saying. എന്റെ കയ്യിൽ അർഹതയില്ലാതെ വന്നു ചേർന്നത് പിടിച്ചു വാങ്ങിയത് ഞാൻ മടക്കി കൊടുക്കും. And whatever I caught into my hand, I got it with extortion, I'm going to give it back. ഇന്ന് പകൽക്കാലം നിങ്ങൾ വളരെ സന്തോഷത്തോടെ ഈ വചനം കേൾക്കുന്നത്. You are hearing this message happily. പക്ഷേ ഞങ്ങൾ ആരുടെയും ചതിവായി വസ്തുവോ പണമോ ഒന്നും പിടിച്ചു വാങ്ങിയിട്ടില്ല. Pastor, we have never got anything from anyone with deceit. പക്ഷേ നമ്മൾ പലതും പിടിച്ചു വാങ്ങിയിട്ടുണ്ട്. But many times you have extorted. എത്ര പേരുടെ സ്നേഹം നാം പിടിച്ചു വാങ്ങിയിട്ടുണ്ട് അർഹതയിൽ കൂടുതൽ. Hallelujah. How much you have taken extort the love of the പക്ഷെ people. തിരിച്ചു കൊടുത്തത് കയ്പും വിദ്വേഷവും വെറുപ്പും പകയുവാ കൊടുത്തത്. But what you returned is a bitterness. ഇന്ന് പകൽക്കാലമല്ല ആവോളം മടക്കി കൊടുക്കാൻ ശ്രമിച്ചാട്ട്. Hallelujah. This morning let us return. എത്ര പേരുടെ സമാധാനം സന്തോഷം നാം ചോദിച്ചു വാങ്ങിയിട്ടുണ്ട്. How many people we have requested the peace? പക്ഷെ തിരിച്ച് ഒരു ദിവസമെങ്കിലും സ്വസ്ഥത കൊടുത്തിട്ടുണ്ടോ? But at least you are given peace even one day. എത്ര പേരുടെ ആനുകൂല്യങ്ങൾ നാം എടുത്തിട്ടുണ്ട്. How many people we have received other things? പക്ഷെ തിരിച്ച് അവർക്ക് അല്ലെങ്കിൽ സ്നേഹസ്വരൂപമായി ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? Have you given them any comforting words? ഇന്ന് പകൽക്കാലം തീരുമാനിക്കുന്നത് കടം വീട്ടുന്ന പകലായി മാറട്ടെ. Oh, let this be a day that you are completing your debts. കടപ്പെട്ടവർക്ക് സകലതും കൊടുക്കുവാനുള്ള പകലായി തീരുമാനമെടുത്താട്ട്. Oh, let this be a day that you are returning everything that നമുക്ക് you did. അബ്രഹാമിന്റെ മക്കൾ എന്ന പേര് കേൾക്കണ്ടേ? You have to hear that you are the son of ദൈവ Abraham. മക്കൾ എന്ന പേരും പദവിയും നമുക്ക് വേണ്ടേ? We need that title. ദൈവത്തിനും മനുഷ്യർക്കും കടപ്പെട്ടത് മടക്കി കൊടുക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. Hallelujah. Whatever we owe to the people of God and the God, we ഇനി should ഒരു give നിമിഷം back. പോലും താമസിക്കാതെ കടപ്പെട്ടവർക്ക് സകലതും കടപ്പെട്ടത് കൊടുക്കണം. Hallelujah. Without any delay, whatever you owe, നാം return നമ്മുടെ it. ദൈവത്തിന് എന്തെല്ലാം കടപ്പെട്ടിരിക്കുന്നു? Hallelujah. What does God owe us? നാം അവന് കൊടുക്കാനുള്ള നേർച്ചകൾക്ക് ആരാധനകൾക്ക് കടപ്പെട്ടവരാ. Hallelujah. We owe all the worship to God. 2 പാട്ടുകൊണ്ട് തീരുന്നതല്ല കടപ്പാട്. Hallelujah. That debt is not finished with the 2 songs. ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ പ്രൈസ് ആൻഡ് വർഷിപ്പ് കൊണ്ട് തീരുന്നതല്ല കടപ്പാട്. Hallelujah. It is not fulfilled with 10 minutes praise and ഇന്ന് worship. പകൽക്കാലം 4 മടങ്ങ് 10 മടങ്ങ് 100 മടങ്ങ് ഇന്ന് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സ്തോത്രം പറയണം. Hallelujah. Let us return it back 4, 10, 400-fold more than what we do today. യഹോവയുടെ അടുത്ത ഉടമ്പടികൾക്ക് തീരുമാനങ്ങൾക്ക് നാം കടപ്പെട്ടവരാണ്. Hallelujah. Whatever with decisions we made in the presence of God, we are debtors to that. നേർന്നത് നിവർത്തിക്കുവാൻ താമസിക്കരുത്. Hallelujah. Whatever you made the decision, do not delay fulfilling it. എന്താവശ്യം ഉണ്ടെങ്കിലും ആൾക്കാരെ വിളിച്ച് പ്രാർത്ഥന ആവശ്യപ്പെടുമായിരുന്നല്ലോ. Hallelujah. You used to request prayer from people. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണേ. Oh, pray for me, pray for me. നിങ്ങൾ അത് പറയുമ്പോൾ എത്ര പേരാണ് സാക്ഷ്യം പറയുമ്പോൾ എത്ര പേര് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു? Hallelujah. You have to testify how many people prayed for പക്ഷേ you. ഇന്ന് പകൽ ഞാൻ ചോദിക്കുന്നു, Let me ask you. ഒരു പ്രാർത്ഥനയെങ്കിലും നിങ്ങൾ മടക്കി കൊടുത്തിട്ടുണ്ടോ? At least one prayer you have returned to them. ഇന്ന് പകൽക്കാലം പ്രാർത്ഥനകൾക്ക് നാം കടപ്പെട്ടിരിക്കുന്നു. Oh, this morning we owe for all the prayers. മറ്റുള്ളവർക്ക് ചെയ്ത ഉപകാരങ്ങൾക്ക് നാം കടപ്പെട്ടിരിക്കുന്നു. Hallelujah. We are debtors for all the blessings we receive from other people. ദിവസങ്ങൾ നന്ദിക്കും സ്തോത്രത്തിനുമായി ചില ദിവസങ്ങൾ മാറ്റിവെച്ചാട്ട്. Oh, coming days, let us separate some days for Thanksgiving. സ്തോത്ര പ്രാർത്ഥനകൾ കൊണ്ട് നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനകൾ മാറട്ടെ. Oh, let your family prayer be a prayer of Thanksgiving prayer. കഴിഞ്ഞ 10 മാസമായി പ്രസംഗം കേട്ട് ചെവി തഴമ്പിച്ചിരിക്കുകയല്ലേ? Hallelujah. You are fed up with hearing all these messages for last time. ബൈബിൾ സ്റ്റഡി കേട്ട് തഴമ്പിച്ചിരിക്കുകയല്ലേ? You heard so many Bible studies. ഒന്ന് മാറി പ്രസംഗം തന്നെ പ്രസംഗം. Oh, preaching after message after message. ഞാൻ ആത്മാവിൽ പറയുന്നു, Let me say in the spirit. പ്രാർത്ഥനകൾ സ്തോത്ര പ്രാർത്ഥനയായി മാറട്ടെ. Let the prayer be turned into Thanksgiving prayer. നന്ദി പറയുവാൻ മാത്രം മാറ്റിവെച്ചാട്ട്. Oh, let us be separating time for just Thanksgiving. കടം വീട്ടുന്ന പകലായി മാറട്ടെ. Oh, let us be time to return the debt.
debts. അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, Apostle Paul says, സുവിശേഷം അറിഞ്ഞു പോയതുകൊണ്ട് because I know this gospel, സുവിശേഷത്തിന് ഞാൻ കടക്കാരനാ. I am debtor to this gospel. ഭാഷ, വർഗ, വർണ്ണ വ്യത്യാസമില്ലാതെ ഞാൻ കടക്കാരനാ. Hallelujah. Without any color, without any caste or creed. യഹൂദന്മാർക്കും യവനന്മാർക്കും ഞാൻ കടക്കാരനാ. Hallelujah. To the Jewish as well as to the Gentiles. റോമിലുള്ളവർക്കും ഗലീലിലുള്ളവർക്കും ഞാൻ കടക്കാരനാ. Hallelujah. To people in Jerusalem as in Galilee. വിദ്യാസമ്പന്നർക്കും ബർബരന്മാർക്കും ഞാൻ കടക്കാരനാ. Hallelujah. To barbarians and to the people who are educated. ഇന്ന് പകൽ കടം കൊടുത്തു വിട്ടിയാട്ട് Hallelujah. Fulfill the debts today. തീരുമാനം എടുത്തു. I'll make a decision. ഞാൻ ദരിദ്രരെ ഇനി മറക്കത്തില്ല. I will not the poor. ഇന്നുവരെ മറ്റുള്ളവരെ പീഡിപ്പിച്ചു, മറ്റുള്ളവരെ കവർന്നും ജീവിച്ചു. Hallelujah. I was living a deceitful life. ഇനിയും കൊടുക്കുന്ന ഒരു പകലായി മാറുകയാ. I am going to turn this day into a day of giving. ഇന്ന് പകൽക്കാലം അല്ലെ കൊടുക്കുന്ന ഒരു കരമായി നമ്മുടെ കരം Oh, മാറട്ടെ. let our hand be turned to a hand of giving. ഇന്ന് വരെ അല്ലെ മറ്റുള്ളവരിൽ പലതും പിടിച്ചു ഞാൻ വാങ്ങിയിട്ടുണ്ട്. Oh, many times I have extorted things from people. I am not expecting anything from anybody. Oh, no, I'm not expecting anything from anyone. കുഞ്ഞുങ്ങൾ എന്നെ സ്നേഹിക്കണം, ഭാര്യ എന്നെ സ്നേഹിക്കണം, ഭർത്താവ് എന്നെ സ്നേഹിക്കണം. Hallelujah. My husband, my wife, my children, everyone should love എല്ലാം me. തരണം കിട്ടണം എന്ന് മാത്രമായിരുന്നു എന്റെ സ്വപ്നം. Oh, my dream was give me. ഇന്ന് പകൽ I am going to turn upside down, തിരിച്ചു മറിയാൻ പോകുകയാ. Hallelujah. Now it should be turned upside ഇനി ഒരു down. ആയുസ് ഉണ്ടെങ്കിൽ, If I have any more time left, any more time left in my life, സ്നേഹം കൊടുക്കും, I will give love. ഞാൻ സമാധാനം കൊടുക്കും, I will give ഞാൻ peace. സന്തോഷം കൊടുക്കും, I will give joy. മറ്റുള്ളവർക്ക് എൻകറേജ്മെന്റ് കൊടുക്കും. I will give encouragement. ഞാൻ ഇനി മറ്റുള്ളവർക്ക് ഒരു തടസ്സക്കാരനായി ജീവിക്കത്തില്ല. I will not be an obstacle for I'm other going to people. become a person with a life full of giving to others. I will turn a person of a giving person. അത് അവന്റെ അഡ്രസ് മാറ്റി. That changes address. അത് അവന്റെ അഡ്രസ് മാറ്റി. 9-ാം വാക്യം, Verse 9. അതാണ് നാം ഇന്ന് രാവിലെ വായിച്ചത്. That's what you read. യേശുവിന്റെ പാദസ്പർശനം ജീവിതത്തിലും വീട്ടിലും അനുഭവിച്ചപ്പോൾ Hallelujah. When he enjoyed the footsteps in his life as well as his house. സക്കായി പുതിയ തീരുമാനമെടുത്ത ഒരു പുതിയ സൃഷ്ടിയായി മാറി. Hallelujah. Zacchaeus took a new decision and became a new creature. അതാണ് 2 കൊരിന്ത്യർ 5:17 സുപരിചിതമായ വേദഭാഗം. And that's what we read 2 Corinthians chapter 5 ഒരുത്തൻ verse 2. ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. Therefore, any man be in Christ, he is a new creature. ഇതെല്ലാം കഴിഞ്ഞുപോയി, ഇതാ അത് പുതിയതായിരിക്കുന്നു. Behold, all things are passed away, all things are new. ഞാൻ ആത്മാവിൽ നിങ്ങളോട് ചോദിക്കുന്നു, In the spirit, let me ask യേശു you, ഉള്ളിൽ വന്നിട്ട് എന്തു മാറ്റം നമ്മളിൽ ഉണ്ടായി? have Jesus come into your heart? Is there any change in your പലപ്പോഴും life? പറഞ്ഞിട്ടുള്ള ഒരു പാട്ടിന്റെ 2 വരികൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. You know the song lines. യേശു എന്നുള്ളത്തിൽ വന്ന നാളിൽ എന്തു മോദം വന്നു എന്നിൽ. If when the day Jesus came into my heart, it was a real transformation. What a great joy that came to my life. What a joy came to my എന്തു life. സന്തോഷം, അത് എല്ലാവർക്കും ഉണ്ട്. And that joy everyone has. അടുത്ത പദം എങ്ങനെയാണ്? The next line like this. തന്നെ ഞാൻ ഉള്ളത്തിൽ ഏറ്റതിനാൽ എന്തു മാറ്റം വന്നു എന്നിൽ. Because I received in my heart, is there any change in my life? യേശു ഉള്ളത്തിൽ വരുമ്പോൾ 2 കാര്യങ്ങൾ. There are 2 things when Jesus comes into our heart. Unspeakable joy and hallelujah, ഒരു പറഞ്ഞു തീരാത്ത മാറ്റം, ഇത് രണ്ടും ഉണ്ടാകണം. Unspeakable joy and a big transformation. ക്രിസ്തീയ ജീവിതം പുതുക്കപ്പെട്ട ജീവിതമാണ്. And the Christian life is a renewed life. രൂപാന്തരപ്പെട്ട ജീവിതമാ ക്രിസ്തീയ ജീവിതം. A Christian life is a transformed life. ജീവിതത്തിൽ മാറ്റം വരാത്തവൻ ക്രിസ്ത്യാനി അല്ല, വിശ്വാസി അല്ല. People who have no transformation in their life, you're not a Christian, you're not a believer. പെന്തിക്കോസ്തുകാരനോ ക്രിസ്ത്യാനിയെന്നോ പേര് പറഞ്ഞു നടക്കാം. You might have a label, Pentecostal. ഒരുവൻ ക്രിസ്തുവിലാണെങ്കിൽ അവൻ പുതിയ സൃഷ്ടിയാണ്, അവനാണ് യഥാർത്ഥ ശിഷ്യൻ. If a person is in Christ, he is a new creation and he is a true disciple. ജീവിതത്തിൽ മാറ്റം വന്ന സക്കായിയെ നോക്കി യേശു പറഞ്ഞതാണ് നമ്മുടെ ചിന്താ വിഷയം. Our thought is that what Jesus said, looking into Zacchaeus who had a transformation. ഈവനും അബ്രഹാമിന്റെ മകനായി കഴിഞ്ഞു. He is also now a son of Abraham. ആരാണ് അബ്രഹാമിന്റെ മകൻ? Who is the son of Abraham? ഞാൻ അവസാനിപ്പിക്കാം. I'm going to conclude with ഈ that. നിമിഷം വരെ ചുങ്കക്കാരൻ, പാപി, പിടിച്ചുപറിക്കാരൻ എന്ന് ലോകം മുദ്ര എഴുതിയവൻ. And the world was saying, you are a tax collector, you are an extortioner. ദൈവജനത്തെ ദ്രോഹിക്കുന്നവനെന്ന് അല്ലെങ്കിൽ പേര് ലഭിച്ചവൻ. And you are got a name that you are a ഈ persecutor. ലോകത്തിന്റെ റോമാ ഗവൺമെന്റിന്റെ പ്രതിനിധി എന്ന ജഡത്തിന്റെ പേര് ലഭിച്ചവൻ. And when you got the name that you are a representative ഇന്ന് of this പകൽക്കാലം അവൻ Roman. അബ്രഹാമിന്റെ മകൻ എന്ന പദവിയിലേക്ക് ഉയർന്നു. Hallelujah. Now you are promoted to the son of Abraham. പ്രിയ ദൈവമക്കളെ, എന്താ അതിന്റെ അർത്ഥം? So God, what is the meaning? ആരാ അബ്രഹാമിന്റെ മകൻ എന്ന് നാം അറിയണം. We need to know who is the son of Abraham. ഒന്ന്, 1. മത്തായി തന്റെ സുവിശേഷം ഇങ്ങനെ ആരംഭിക്കുന്നത്. Matthew starts his gospel. മത്തായി 1:1. Matthew 1:1. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി. The book of generation of Jesus Christ, the son of David, the son of Abraham. മത്തായി ഇവിടെ യേശുവിനെ അവതരിപ്പിക്കുകയാണ്. And Matthew is introducing Jesus. ദൈവപുത്രനായ യേശു ക്രിസ്തു മാനവജാതിയുടെ പാപത്തിനു വേണ്ടി ലോകത്തിൽ അവതരിച്ചപ്പോൾ ജനിക്കുവാൻ തിരഞ്ഞെടുത്ത കുടുംബം അബ്രഹാമിന്റെ കുടുംബമാണ്. And when Jesus Christ decided to come into this world, he decided to come into the family of Abraham. ഇവനും അബ്രഹാമിന്റെ മകൻ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? And when you say that he's also the son of God, what is the സക്കായി meaning? ദൈവ കുടുംബത്തിൽ അംഗക്കാരനായി മാറി. Now Zacchaeus
Zacchaeus become a partaker of the family of God. ചുങ്കക്കാരൻ ദൈവമകനായി. And the tax collector become a child of God. പാപത്തിൽ പിറന്ന പാപി ദൈവത്തിന്റെ പുത്രനായി മാറി. Hallelujah. The person who was born in sin now has become a child അവൻ of God. സ്വർഗീയ ഓഹരിക്കാരനായി മാറി. Now he is partaker of heavenly inheritance. ഇതല്ലേ അത്ഭുത സ്നേഹം. Oh, that is a wonderful ഇതല്ലേ love. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. And that's what we sang, how great is the love of Jesus. ഇത് വായിക്കുമ്പോൾ പറയുമ്പോൾ എന്റെ കണ്ണ് നിറയുന്നു. Oh, my eyes are filled with tears. എഫേസ്യ ലേഖനത്തിൽ താൻ ഇങ്ങനെ വായിക്കുന്നു. In the book of Ephesians we read, ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാതെ വാഗ്ദത്ത നിയമങ്ങൾ കന്യരായി പരദേശികളെ ഈ ലോകത്തിൽ ഏതുമില്ലാതെ ദൈവമില്ലാത്തവരെ ജീവിച്ച നമ്മെ ക്രിസ്തുവിൽ ഒന്നാക്കി മാറ്റിയ ദൈവസ്നേഹം. hallelujah, the love of Jesus when we were aliens from the commonwealth of Israel, strangers from the covenant, the love of Jesus made us a child of ഇവനും God. അബ്രഹാമിന്റെ മകൻ, ഇവൻ ദൈവമകനായി. Oh, he is the son of Abraham, he becomes the child of രണ്ട് God. അബ്രഹാമിന്റെ മകൻ എന്നതിന്റെ അർത്ഥം എന്താണ്? What is the meaning that you are a son of വിശ്വാസം Abraham? മാത്രം കൈമുതലാക്കി ഇറങ്ങി പുറപ്പെട്ടവന്റെ മകൻ. Hallelujah, you are son of a person who started by faith and you took that faith. ജീവിതയാത്രയിൽ വേർപാട് പാലിച്ചവന്റെ മകൻ. Hallelujah, you are the son of a person who took a separation in his life. പിശാചിന്റെ തന്ത്രങ്ങളെയും സോദോം രാജാവിന്റെ പ്രലോഭനങ്ങളെയും ജയിച്ചവന്റെ മകൻ. Hallelujah, you are the son of a person who withstood this lure of this enemy. ദൈവത്തിന്റെ പ്രത്യക്ഷതയും വാഗ്ദത്തങ്ങളും ആവോളം ആസ്വദിച്ചവന്റെ മകൻ. Hallelujah, he is a person who Hallelujah. was waiting for the hope and the glory of God. ഹല്ലേലൂയ. മധ്യസ്ഥ പ്രാർത്ഥനയും ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നിൽക്കുന്നതുമൊക്കെ ശീലമാക്കിയവന്റെ മകൻ. A person who was having this mediation in the presence of God. മമ്മറയുടെ തോപ്പിലും മോറിയായുടെ മുകളിലും അർത്ഥവ്യത്യാസമില്ലാതെ ഒരുപോലെ ആത്മാർത്ഥയോടെ ആരാധിച്ചവന്റെ മകൻ. A person who was the son of a person who was sincere in the presence of ഇന്ന് God. പകൽക്കാലം ഞാൻ ചോദിക്കുന്നു, Let me ask you this morning. പ്രിയരെ, നാം എന്തൊക്കെ വലിച്ചെറിഞ്ഞാൽ, Oh, whatever you throw away, എന്തൊക്കെ ചേർത്ത് പിടിച്ചാൽ, whatever you hold on, അബ്രഹാമിന്റെ മക്കൾ ദൈവത്തിന്റെ മക്കൾ എന്ന പദവി നമുക്ക് നിലനിർത്താം. hallelujah, let us continue this title, the son of Abraham. ഏതൊക്കെ തീരുമാനമെടുത്താൽ Whatever decisions you make, നമുക്കും ഒരു തലവര മാറി കിട്ടും. hallelujah, we will change our title. നമ്മുടെ പ്രവാസം വിശുദ്ധിയോടെ കഴിക്കണം. Oh, our pilgrim, let it be with pure. തീരുമാനമെടുത്ത് വേണം നമുക്ക് അബ്രഹാമിന്റെ മക്കളാകുവാൻ. Hallelujah, let us be the sons of സകല Abraham. ഭാരം മുറുകെ പറ്റുന്ന പാപം വലിച്ചെറിഞ്ഞാട്ട് Oh, let us throw away all the sinful nature. ഒടുവിലായി ആരാ അബ്രഹാമിന്റെ മകൻ? And last, who is the son of Abraham? എബ്രായലേഖനം 11-ാം അധ്യായം Hebrew 11. 9, 10, 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. And Hebrew 9, 10, 11, 13 to 16. അബ്രഹാമിന്റെ വിശ്വാസം, അബ്രഹാമിന്റെ പ്രത്യാശ ഇവിടെ പറയുന്നു. And we can say about the faith and the hope of വിശ്വാസത്താൽ Abraham. അബ്രഹാം വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ പാർത്തു. And Abraham lived in this land as a person of faith. അവന്റെ കണ്ണുകൾ സ്വർഗ്ഗ നഗരത്തിലുടക്കിയിരുന്നു. And his eyes was in the city of God. ഇവിടെ ഞങ്ങൾ പരദേശികളാണെന്ന് ഏറ്റു പറഞ്ഞു. And he said, we are pilgrims here. അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ ആശിച്ചു. And he was desiring for the heavenly things. അതുകൊണ്ട് എന്താ സംഭവം? And what happened? ദൈവം പറഞ്ഞു, ഇവരാണ് എന്റെ മക്കൾ. And God said, these are my കാരണം children. ഞാൻ അവർക്കൊരു നഗരമൊരുക്കുകയാണ്. Because I am making a city for them. ഇവനും അബ്രഹാമിന്റെ മകൻ എന്ന് പറഞ്ഞാൽ And if he says he's my son of Abraham, ഉയരത്തിൽ കണ്ണുകൾ നട്ട് പ്രത്യാശയുള്ളവരെന്നാണ് അർത്ഥം. it means that you are people with hope. ഇവിടെ ഞാൻ പരദേശിയാണ്. I am a pilgrim here. ഇവിടുത്തെ പാർപ്പിടം വഴിയമ്പലമാണ്. Hallelujah, I am living a stranger here. എനിക്ക് ദൈവം ഒരു നഗരം ഒരുക്കുന്നുണ്ട്. Oh, God is building a city അതിന്റെ for പേര് me. പുത്തനാം യെരൂശലേം. And that is New ദൈവം Jerusalem. അതിന്റെ ശില്പിയാണ്. And God is a builder. അവിടുത്തെ കൈകളാലാണ് അത് പണിയപ്പെടുന്നത്. And his hands are making ഒരു it. നാൾ നശ്വര ലോകം വിട്ട് And one day I'm going to leave this temporary ഞാൻ ആ place. നാട്ടിലേക്ക് പോകും. I'll go to my ഈ house. പ്രത്യാശയുടെ കൂടാരവാസം നയിക്കുന്നവരുടെ നയിക്കുന്നവരുടെ മകനാണ് അബ്രഹാമിന്റെ മകൻ. And people who live in this temporary homes, they are the sons of ഇന്ന് പകൽ എത്ര Abraham. പേര് തീരുമാനമെടുക്കും? Oh, make a decision. ഹല്ലേലൂയ. ചിലത് വലിച്ചെറിയുവാൻ, Throw away some things. ചിലതിനെ ആലിംഗനം ചെയ്യുവാൻ, And to hold on to something. വിശ്വാസത്തോടെ യാത്ര പുറപ്പെടുവാൻ And to continue journey with faith. നിങ്ങൾ തീരുമാനിക്കുന്നുവെങ്കിൽ If you make the decision, നമ്മുടെ പേരും അബ്രഹാമിന്റെ മക്കൾ, our name will also change to son of ദൈവത്തിന്റെ Abraham. സ്വന്തം പുത്രന്മാർ. Hallelujah, sons of God. ഇവിടെ കയറി വരുവീൻ എന്ന ഇമ്പ ശബ്ദം കേൾക്കുമ്പോൾ When you hear this voice, come over here. സ്വർഗീയ പരദീസയുടെ ഓഹരിക്കാരായി തീരുവാൻ, When you become the partakers ഈ of the kingdom പ്രവാസ of God. ജീവിതം ഭയത്തോടെ കഴിപ്പാൻ And so to have this fear of life. എല്ലാ മാന്യ ശ്രോതാക്കളെയും ദൈവം സഹായിക്കട്ടെ എന്ന ആശീർവാദത്തോടു കൂടി And let me say that all the people be blessed. ഞാൻ എന്റെ വാക്കിലൂടെ I അവസാനിപ്പിക്കുന്നു. conclude my words. നാം ഒരുമിച്ച് ഒരു ഗാനം പാടി കർത്താവിനെ